ബൈസിക്കൽ തീംസിൽ നിന്ന് ആരംഭിച്ച് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി തലവനിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ആ ഒരു കോമ്പോ ഓരോ സിനിമയിലും തിയേറ്ററിൽ കണ്ട് നമ്മൾ അത്രത്തോളം കൈയടിച്ചിട്ടുണ്ട്. ഇപ്പോ ഈ ഹാളിലെ ഉയരുന്ന കയ്യടി ആർപ്പുലി അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. സോ one more time, ladies and gentlemen, can we have a big cheer for the competition Asifali and Jistoy? Keep that coming in everybody, because ഇന്നത്തെ ദിവസത്തെ ഏറ്റവും മീനിങ് ആയിട്ടുള്ള ഒരു മൊമെന്റിലേക്ക് തന്നെയാണ് ഇനി നമ്മൾ കടക്കുന്നത്. ഒരു സംവിധായകനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ സിനിമകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സ് നിറഞ്ഞൊരു സന്തോഷമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ, ഒരു പുഞ്ചിരിയാണ് നമ്മുടെ മുഖത്ത് വരുന്നതെങ്കിൽ ആ സംവിധായകൻ ആരാണെന്ന് നമുക്ക് അധിക നേരം ആലോചിക്കേണ്ട ആവശ്യം വരില്ല അല്ലെ. വർഷങ്ങളോളം ശബ്ദം കൊണ്ട് മലയാളി മനസ്സ് കീഴടക്കിയ താരമാണ്. ഇന്ന് ആ ശബ്ദത്തിനപ്പുറം അദ്ദേഹത്തിന്റെ മാജിക്കൽ ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ്, ഇംപെക്കബിൾ ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് ടാലന്റ് തിയേറ്ററിലെ സിനിമ കാണുന്ന ഓരോ പ്രേക്ഷകന്റെയും ഷോൾഡറിൽ തട്ടി ഒരു ആശ്വാസമാണെന്ന് പറയുന്ന ഒരു മാജിക് ആണ് ഓരോ സിനിമ കാണുമ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നത്. Also we have given us some thrilling moments in the theater as well. Ladies and gentlemen, we are now about to celebrate the master of feel-good movies, the one soul who give us hope and happiness, not just through his projects but just by himself. It is now time for us to welcome the director, Jistoy. കൺഗ്രാറ്റുലേഷൻസ്. ആദ്യമേ തന്നെ പറയട്ടെ, 7ാമത് സിനിമയിലേക്ക് അങ്ങനെ എത്തി നിൽക്കുകയാണ്. ഡയറക്ടർ, റൈറ്റർ നമ്മൾ പറയുമ്പോൾ അതിന്റെ കൂടെ തന്നെ പറയേണ്ട ഒരുപാട് ടൈറ്റിൽസ് ഉണ്ടല്ലേ. റൈറ്റർ ആണ്, ഡയറക്ടർ ആണ്, ഫിലിം ഡയറക്ടർ ആണ്, ഡബിംഗ് ആർട്ടിസ്റ്റ് ആണ്, ലിറിസിസ്റ്റ് ആണ്, വാട്ട് നോട്ട്. കൈവച്ച മേഖലകളിലെല്ലാം തന്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള താരമാണ്. ലൈക്ക് ഐ സെഡ്, സിനിമ കാണുമ്പോൾ മാത്രമല്ല നമുക്ക് ഒരു പോസിറ്റിവിറ്റി തോന്നുന്നത്. എപ്പോൾ ജിസ്റ്റോയ് സാറിനെ കണ്ടാലും നമ്മുടെ ഉള്ളിൽ ഭയങ്കര സന്തോഷമാണ്. സാർ സംസാരിക്കുന്നത് കേട്ടിരിക്കുമ്പോൾ അത്രത്തോളം ഒരു ഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. And we can only imagine about the magic that you are bringing to the film. Excited ആണോ നമുക്ക് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ എല്ലാവരോടും എന്താണ് ഇപ്പൊ പറയാനുള്ളത് സർ? ഓ ചെയ്യും. ഗുഡ് ഈവനിങ്. ദൈവത്തിന് നന്ദി പറയാണ്. തലവൻ കഴിഞ്ഞിട്ട് തലവൻ റിലീസായിട്ട് 2 വർഷം കഴിഞ്ഞു. 2 വർഷത്തിന് ശേഷമാണ് ഒരു സിനിമ തുടങ്ങാൻ പോകുന്നത്. ഒരുപാട് ഏത് സ്റ്റോറിയിലേക്ക് ലോഞ്ച് ചെയ്യണം, ഏത് സ്റ്റോറിയിലേക്ക് എത്തണം, എങ്ങനെ മുന്നോട്ട് പോകണം, അങ്ങനെ ഒത്തിരി കടമ്പകൾ പിന്നിട്ടാണ് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്. മറ്റൊരു കാര്യം, എന്റെ ഒരു സിനിമയ്ക്ക് ആദ്യമായിട്ടാണ് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ടൈറ്റിലാവുന്നത്. അതിന്റെ പ്രത്യേകത ഈ സിനിമയ്ക്കുണ്ട്. സാധാരണ എല്ലാ സിനിമയും, കഴിഞ്ഞ 6 സിനിമയും ഷൂട്ടിന് കഴിഞ്ഞ് പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്തായിരിക്കും ടൈറ്റിൽ ഇടാറുള്ളത്. ഇത്തവണ അത് മാറ്റി കുറച്ച് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്ത് മിനിസ്റ്റർ കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ ലോഞ്ച് ചെയ്യാവുന്നതാണ്. ഉറപ്പായിട്ടും ഞാൻ പ്രതീക്ഷയിലുണ്ട് ഇത്രയും അധികം ആൾക്കാർ ഇവിടെ ഉണ്ടാവുന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്നെ ഏൽപ്പിച്ച കാര്യം മറ്റാരും ഏറ്റെടുക്കാനില്ലാത്തതുകൊണ്ടാണ് സ്വാഗത പ്രസംഗം ഞാൻ ഏറ്റെടുത്തത്. ഉറപ്പായിട്ടും കുറെ പേരുടെ പേരുകൾ ഞാൻ വിട്ടുപോകുമെന്ന് ആദ്യം തന്നെ ജാമ്യം എടുക്കുകയാണ്. അതിനായി എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നവമാധ്യമ സുഹൃത്തുക്കൾക്കും എത്തിച്ചേർന്നതിന് എത്രയോ നേരം 5 മണി മുതൽ എല്ലാവരും ക്യാമറ വെച്ച് റെഡിയായിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം പറയുകയാണ്. ഇവിടെ വന്നുകൂടിയിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും, മറ്റെല്ലാവർക്കും സ്വാഗതം. അതുപോലെ തന്നെ എന്റെ ഫാമിലിയുണ്ട്, പാരന്റ്സ്, കുടുംബം എല്ലാവരും ഉണ്ട്, അവർക്കും സ്വാഗതം പറയുന്നു. പിന്നെ ഞാൻ ഇന്ന് ഇവിടെ പറഞ്ഞു തുടങ്ങേണ്ടത്, ഒഫീഷ്യലി ഞാൻ ജീവിതത്തിൽ ഒരുപാട് കടപ്പെട്ടിരിക്കുന്ന കുറെ വ്യക്തികളുണ്ട്. അതിനകത്ത് ഞാനിന്ന് വളരെ ഇമോഷണൽ ആണ്. കാരണം അദ്ദേഹത്തിന്റെ പ്രസൻസ് ഇവിടെ ഉണ്ടെന്ന് പറയുന്നത് അത് മറ്റാരുമല്ല, എനിക്ക് ആദ്യമായിട്ട് ഒരു സിനിമയ്ക്ക് അവസരം തന്ന എന്റെ ആദ്യ സിനിമയുടെ നിർമ്മാതാവ് ശ്രീ ഡോക്ടർ സജീവ് കുമാർ. ധാത്രി എന്ന് പറയുന്ന വലിയ സ്ഥാപനത്തിന്റെ ഓണറാണ് അദ്ദേഹം. ഒരു മാജിക് പോലെയാണ് എന്റെ ജീവിതത്തിലേക്ക് വന്നതും ഞങ്ങൾ പരിചയപ്പെട്ടതും ഒരു യാത്ര ഉണ്ടായതും യാദൃശികമായി കഥയെ കുറിച്ച് അദ്ദേഹം കേൾക്കുകയും അന്ന് രാത്രി എന്ന് കഴിക്കുമ്പോൾ ഈ സിനിമ നമുക്ക് ചെയ്യാന്ന് പറയും. ഡോക്ടർ ഒത്തിരി ഇങ്ങനെയാണ് വാക്കുകൾ കൊണ്ടൊന്നും നന്ദി പറഞ്ഞാൽ പോരാ. അതുകൊണ്ട് തന്നെ എന്റെ 2ാമത്തെ സിനിമ സൺഡേ ഹോളിഡേ ഞാൻ സമർപ്പിച്ചിരിക്കുന്നത് ഡോക്ടർക്കാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഡോക്ടർ. അതുപോലെ തന്നെ
എന്നെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് അടിച്ച് ഏഴാമത്തെ സിനിമയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അതില് 7 സിനിമയിലും 6 സിനിമയിലും നായകൻ ആസിഫ് അലിയാണ്. ഒരു സിനിമ മാത്രം മറ്റൊരാൾ. എങ്കിലും ആ സിനിമയിൽ ആസിഫ് ഉണ്ടായിരുന്നു. ആസിഫിന് പ്രത്യേകിച്ച് സ്വാഗതം പറയേണ്ട ആവശ്യമില്ല, എന്റെ കുടുംബം തന്നെയാണ്. ഒരുപക്ഷെ എനിക്ക് എന്റെ വൈഫ് കഴിഞ്ഞാൽ ഇത് നോട്ടം കൊണ്ട് ഒരാളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന ഈ ലോകത്തിലെ മറ്റൊരു ഒരേ ഒരു വ്യക്തി ശ്രീ ആസിഫ് അലിയാണ്. ആസിഫ് സഭ അതും ഹൈക്കോട്ടി എല്ലാവരും ഉണ്ട്. ഒരുപാട് സന്തോഷം. മിനിസ്റ്റർ ഇങ്ങോട്ടെത്തും. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലും അദ്ദേഹത്തിന് സ്വാഗതം പറയുകയാണ്. മിനിസ്റ്റർ OJ ജനീഷാണ് വരുന്നത്. സ്പോർട്സ് മിനിസ്റ്ററാണ്, നമുക്കറിയാം. അതുപോലെ അനൂപ് സാർ, PA നവാസ് അവരുണ്ട്. അതേപോലെ എനിക്ക് ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ വർഷം US പോയതിനിടയായി. US ചെന്ന് ഒരു 20 ദിവസം എനിക്ക് അവിടെ താമസിക്കണം. അങ്ങനെ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി എയർപോർട്ടിൽ വന്ന ഒരു യോയോ പയ്യൻ. ഈ യോയോ പയ്യൻ ഭയങ്കര ഈ ടെസ്ലയുടെ ഏറ്റവും വില കൂടിയ ഒരു കാറുമായിട്ടാണ് വന്നത്. ഈ കാറ് പുള്ളിനെ വിളിക്കുമ്പോൾ കാറ് തനിയെ അടുത്തേക്ക് വരുന്നു, കയറുന്നു, തനിയെ ഓടിച്ചോണ്ട് പോകുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഭയങ്കര ന്യൂജൻ കാറും ഇതിൽ ഇല്ലാത്ത ഫീച്ചേഴ്സ് ഇല്ല. അപ്പൊ ഈ ഇത്രയും വലിയ ഫീച്ചേഴ്സ് ഉള്ള ന്യൂജൻ കാറിൽ യോയോ പയ്യനോട് ഒരു പാട്ട് പ്ലേ ചെയ്യാമോ, നമുക്ക് 2 മണിക്കൂർ യാത്രയില്ലേ എന്ന് വെച്ചപ്പോ പുള്ളി ഇട്ട പാട്ട് യാരോ ഇവൻ യാരോ സ്വന്തം യാഥാനിവനോ മയ്യഴക സ്വന്തം ഗോവിന്ദ് വസന്ത്. അപ്പൊ ആ പാട്ട് കേട്ടു. 20 ദിവസവും എവിടെയെങ്കിലും പോകുമ്പോൾ വേറെ ആൾക്കാരുടെ കാറിൽ കയറുമ്പോഴും സ്വന്തമായിട്ട് കാർ ഓടിച്ചു പോകുമ്പോഴൊക്കെ ഇത് ലൂപ്പിലാവാൻ തുടങ്ങി. ഈ പാട്ട് ഞാൻ പോലും അറിയാതെ രാത്രി കിടക്കുമ്പോഴൊക്കെ കമൽഹാസൻ സാറിന്റെ സ്വരത്തിലും കൂടിയാണ് കേൾക്കുന്നത്. അപ്പോ ഈ പാട്ടിന്റെ പല്ലവി എന്റെ മനസ്സിൽ ഞാൻ പാടാൻ തുടങ്ങി. യാരോ ഇവൻ യാരോ, യാരണ ഇവൻ, നാട്ടിലെത്തി അടുത്തൊരു പണം ചെയ്യുന്നുണ്ടെങ്കിൽ ഇവനെ വെച്ചിട്ട് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഗോവയിൽ വെച്ച് പറഞ്ഞു. ഗോവിന്ദ് ഇപ്പൊ അടുത്ത കാലത്ത് കണ്ടപ്പോ ഗോവിന്ദ് സർക്കിട്ടിലെ ഒരു കാര്യത്തിന് പോയപ്പോ അത് കഴിഞ്ഞ പിന്നെ ഇപ്പോ ഗോവിന്ദ് കമ്മിറ്റ് ചെയ്തപ്പോ എനിക്ക് വലിയ സന്തോഷമായി. ഗോവിന്ദ് ഒരുപാട് വീട്ടിൽ നിന്ന് ഗോവിന്ദിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഗോവിന്ദിന്റെ കുഞ്ഞിന്റെ അടുത്ത് ബൈ എന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കലും ബൈ പറയരുത്, എങ്കിലും വലതുകാലം വെച്ച് കയറിയിട്ടേ ഉള്ളൂ, സിയു എന്ന് പറഞ്ഞു. അപ്പൊ ഗോവിന്ദ് ഒത്തിരി സന്തോഷം. ഗോവിന്ദന് ഞാൻ വർക്ക് ചെയ്തിരിക്കുന്ന 95 ആഡ് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഇത്രയും വർക്ക് ചെയ്ത മ്യൂസിക് ഡയറക്ടേഴ്സിൽ ഒരു കോണ്ടന്റ് കൊടുത്താൽ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ക്വാളിറ്റിയിൽ തരുന്ന വേറൊരു മ്യൂസീഷ്യനോട് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല ഗോവിന്ദ്. സത്യമാണ്. അത് ഇന്ന് നിങ്ങൾക്ക് ആ മ്യൂസിക് കേൾക്കുമ്പോൾ, നിങ്ങളുടെ പ്ലേ ചെയ്യുന്ന മ്യൂസിക് കേൾക്കുമ്പോൾ മനസ്സിലാവും, ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ എന്റെ ഡബിംഗ് ആർട്ടിസ്റ്റാണ്, ലിറിസിസ്റ്റ്, ഇതൊക്കെ ശരിയാണ്. പക്ഷെ അതേപോലെ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഞാൻ എന്നെ കൊണ്ടു നടക്കുന്ന എന്റെ കുടുംബമുണ്ട്. ആ കുടുംബത്തിന്റെ പേര് ഇൻസോംനിയ ഫാമിലി എന്നാണ്. മൈ പാർട്ണർ ഇൻ ക്രൈം മിസ്റ്റർ മെന്റലിസ്റ്റ് ആദികി ആൻഡ് മൈ ഫാമിലി, അവരെല്ലാവരും ഉണ്ട് ഇവിടെ. ഒരുപാട് സന്തോഷം. പ്രിയപ്പെട്ട ചിദംബരം ഉണ്ട്, അസ്കർ അലിയുണ്ട്. പിന്നെ അഭിനയിക്കുന്നവരുടെ കാര്യം ഞാൻ പ്രത്യേകം പറയുന്നില്ല. ഡോക്ടർ റോണിയുണ്ട്, ഇവരൊക്കെ വിളിക്കും. അനൂപ്. പിന്നെ ഇതില് ഒരാൾ പതുങ്ങി നിൽക്കുന്നുണ്ട് ബാക്കില്, അത് സഞ്ജയ് ബോബിയിലെ സഞ്ജയാണ്. അത് മുമ്പിൽ വന്നില്ല, ഇവിടെ ഇരിക്കും, വിളിക്കരുതെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ സഞ്ജയും ഞാനും സുരേഷും കൂടെ ഒരുമിച്ചിരുന്ന് എത്രയോ രാത്രികളും പകലുകളും ഇരുന്നിട്ടാണ് ഇത് എത്തിച്ചിരിക്കുന്നത്. ഇതിന് ഇപ്പൊ നാളെ ഷൂട്ട് ചെയ്യാവുന്ന ഒരു പരുവത്തിലേക്ക് ആക്കിയിരിക്കുന്നത്. അതേപോലെ ഒരാളെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. എന്റെ സൺഡേ ഹോളിഡേയില് ഷോ ഞാൻ കഥാപാത്രം നരേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഒരു കഥ, ഈ സിനിമ ഞാൻ എന്തിനാണ് ചേട്ടാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നിങ്ങളെ പോലത്തെ ഒരു ആള് ആസിഫ് അലിയെ തേച്ചാൽ നല്ല രസം ഉണ്ടാവുന്നു. അങ്ങനെ എനിക്ക് നാട്ടിലെ ഡയലോഗിലാണ് ശ്രുതി വീഴുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ശ്രുതി ഇത് ചെയ്താൽ എനിക്ക് വല്ല ഗുണം ഉണ്ടാവുമെന്ന് ചോദിച്ചു. നമ്മൾ ഒരു ഗുണം ഉണ്ടാവില്ല. ആൾക്കാര് തേപ്പുകാരി എന്ന് വിളിക്കും, പക്ഷെ ആ തേപ്പുകാരിയിൽ നിന്ന് ആ ശ്രുതി ഉയർത്തെഴുന്നേറ്റു മറ്റ് ഭാഷകളിലേക്ക് പോയി. മലയാളത്തിന്റെ അഭിമാനമായ അല്ലേ ടച്ച് കൂടി എന്ത് തന്നെ ഇരിക്കട്ടെ. ശ്രുതിയുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ്, ഞങ്ങളുടെ സ്വന്തം സഹോദരനാണ്, ഫ്രാൻസിസിനെയും സ്വാഗതം ചെയ്യാം. ഇനി എന്റെ പ്രിയപ്പെട്ട 2 പ്രൊഡ്യൂസേഴ്സ്, പ്രിയപ്പെട്ട ഷംസുദ്ദീൻ, നമുക്ക് പ്രത്യേകിച്ചൊരു ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ല. ഇത്രയേറെ നല്ല സിനിമകൾ, 1983 പോലത്തെ നല്ല സിനിമകൾ തന്നിരിക്കുന്ന ഷംസുദ്ദീനും വേണു ഗോപാലകൃഷ്ണൻ പൻകക്ഷിയാണ്. എത്ര പേരാണ് നമ്പർ വെച്ച് വിളിക്കുന്നത് അറിയാമോ? നിങ്ങളുടെ പ്രൊഡ്യൂസർ അല്ലേ നമ്പർ തന്നോടെ. ഞാൻ പറഞ്ഞു, ഈ കക്ഷി ഞാൻ കണ്ടിട്ടില്ല, ഇന്ന് കാണാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. വലിയ സന്തോഷം നിങ്ങൾ രണ്ടുപേരും പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്. നമ്മുടെ
സിനിമയെ ലോകത്തെവിടെ ചെന്ന് ഒരു സിനിമ ഏത് ഭാഷ അറിയാത്തവരുടെ മുമ്പിൽ ഇട്ട് കാണിച്ചു കൊടുത്താലും ഈ സിനിമ എന്റെ നാട്ടിൽ നിന്നാണ്. എന്റെ നാട്ടിൽ പത്മരാജൻ എന്ന് പറയുന്ന ഒരു ലെജൻഡ്, ഒരു പ്രോഡിജി ഉണ്ടായിരുന്നു. ആ അദ്ദേഹത്തിന്റെ മോട്ടിവേഷനിലാണ് എത്രയോ ഫിലിം മേക്കേഴ്സ്, എത്രയോ സിനിമകൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്വന്തം പുത്രൻ ശ്രീ അനന്ത പത്മനാഭൻ ഇവിടെ ഉണ്ടെന്നുള്ളത് ഒരുപാട് പെട്ടെന്ന് എണീറ്റുന്ന കാണാനും ഒരുപാട് സന്തോഷം. വർഷങ്ങൾക്ക് മുമ്പ് അവസാനിപ്പിക്കട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ജയസൂര്യൻ കൂടെ 2001-2 മറ്റാണ് പാലക്കാട്ട് ഒരു സ്കൂളിന്റെ ആനുവൽ ഡേ ഉദ്ഘാടനം. ജയസൂര്യാണ്. സ്വാഭാവികമായിട്ടും ഞങ്ങൾ രണ്ടുപേരും പുറപ്പെടാൻ ലേറ്റായി, അതുകൊണ്ട് അവിടെ എത്താനും ലേറ്റായി. അവിടെ ചെല്ലേണ്ട സമയം 6 മണിയായിരുന്നു വൈകിട്ട്. ഞങ്ങൾ എത്തിയപ്പോ 6:45. ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരാളവിടെ ഒരു 10,000-3000 ആൾക്കാർ മുമ്പിലുണ്ട്. ഓപ്പൺ ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ടിൽ ഒരാൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ ഞാനും ജയസൂര്യ ഒരു 10 മിനിറ്റ് ഇരുന്നു. കമ്മിറ്റിക്കാർ പറഞ്ഞു അദ്ദേഹത്തോട് മാറാൻ പറയണോ, നിങ്ങൾക്ക് കയറണോ? നമ്മൾ വേണ്ട, അദ്ദേഹം പറയട്ടെ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു പുള്ളി ഒരു 5 മിനിറ്റോട് കഴിഞ്ഞ് നിർത്തുമായിരിക്കുന്നു. പക്ഷെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പുള്ളി നിർത്തിയില്ല. പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഇദ്ദേഹം ടോക്ക് നിർത്തരുതേ എന്ന് പ്രാർത്ഥിച്ചു. ആ ടോക്ക് നീണ്ടു പോയി. എനിക്ക് തോന്നുന്നു 1.5 മണിക്കൂറെങ്കിലും ഉണ്ടാവും. 1.5 മണിക്കൂർ ഒരു ക്ലാസ് ആയിരുന്നു. ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുന്ന ഞങ്ങൾ പുതിയ മനുഷ്യന്മാരായിരുന്നു കുറച്ച് കാലത്തേക്കെങ്കിലും. അന്ന് മുതൽ എന്റെ സുഹൃത്താണ്, ജ്യേഷ്ഠനാണ്, ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ഡോക്ടർ സജീവ് നായർ, ഒള്ളി സജീവ് നായർ. എണീറ്റ് നിന്നാൽ കാണാൻ സജീവനം. ആംബുലൻസിൽ കഴിഞ്ഞ പ്രാവശ്യം മൈസൂരിൽ വന്നപ്പോൾ 10,000 പേര് അങ്ങ് അറ്റം വരെ ഈ മനുഷ്യനെ കാണാൻ വേണ്ടി ഇരിക്കുന്ന കൊടുത്ത് ഞാനുണ്ടായിരുന്നു. ഒത്തിരി സന്തോഷം. ആരെങ്കിലും ഒക്കെ പേരെടുത്ത് പറയാൻ പറ്റും. സോറി, പറഞ്ഞേ പറ്റും, പറയണം. കാരണം ബാലൻ എന്ന് പറയുന്നത് എനിക്ക് ചിദംബരത്തിന്റെ സിനിമകൾ ഒരുപാട് ഇഷ്ടമാണ്. ചിതോരുണ്ട്, ഒത്തിരി ഇഷ്ടമാണ്. ജാനമനായിക്കോട്ടെ, മഞ്ഞവൻ ബോയ്സായി, നമ്മളെല്ലാവരും പോലെ ബാലന്റെ പ്രിവ്യൂ ആവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ബാലന്റെ പ്രിവ്യൂവിനെ വിളിച്ചു കഴിഞ്ഞു. ഈ കക്ഷി ആൾക്കാരെല്ലാം പൊതിയുന്നത് കണ്ടു. അന്ന് നമുക്കൊരു ഹൈ പറയാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഇന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഫർസാന നാട്ടിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറഞ്ഞു. ബാലലിനെ ഗെറ്റപ്പല്ലാതെ ഫർസാനെ നമ്മൾ ഇന്നിവിടെ കാണിക്കാം, കാണാം. ഒത്തിരി മീഡിയയിലുണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ വിളിച്ചപ്പോ തന്നെ ഒത്തിരി സ്നേഹത്തോടുകൂടി വന്ന ഫർസാനയ്ക്കും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ഹൃദയപൂർവ്വം ഈ സായാഹ്നത്തിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് സർവ്വ നന്മകളും ഈ സിനിമയ്ക്ക് ഉണ്ടാവട്ടെ എന്ന് നമ്മുടെ എല്ലാ പ്രാർത്ഥന ഈ സിനിമയ്ക്ക് ഉണ്ടാവണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച്. ഏറ്റവും ബ്യൂട്ടിഫുള്ളായി സിനിമ ഡയറക്ട് ചെയ്യുന്നത് വെൽ ക്രാഫ്റ്റഡ് ആയിട്ടുള്ള, വെൽ ഡയറക്റ്റഡ് ആയിട്ടുള്ള ഒരു വെൽക്കം നോട്ട് തന്നെയാണ് ജസർ ഇപ്പോ നമുക്കായിട്ട് സമ്മാനിച്ചത്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും അദ്ദേഹത്തിന്റെ ലൈഫിൽ എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു എന്ന് മനോഹരമായിട്ട് ഏറ്റവും ഹൃദ്യമായ വാക്കുകളിൽ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. Now, I think we should give a big round of applause once again to that one man who always brings such huge waves of positivity. Thank you so much. അപ്പൊ ഇന്ന് മുതൽ നമ്മുടെ കാത്തിരിപ്പ് ആരംഭിക്കുകയാണ് സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള. സിനിമ എങ്ങനെയായിരിക്കും നമ്മൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളത് കൂടുതൽ വിശേഷങ്ങളൊന്നും നമുക്കിപ്പോൾ ചോദിക്കാൻ പറ്റില്ല. പക്ഷേ പോകെ when we welcome the crew, when we welcome the cast, we will get to know more about that. And yes, and now ഇന്ന് ഈ സിനിമയുടെ ഭാഗമായിട്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും നമുക്ക് ഒരുപാട് ഇൻസ്പിറേഷൻസ് തരുന്നവരാണ്. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നവരാണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും. അത്തരത്തിൽ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇനി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് പോകുന്നത്. ജീവിതത്തിൽ സ്വപ്നം കണ്ട കാര്യങ്ങളെല്ലാം ഓരോന്നായി നേടിക്കൊണ്ടിരിക്കുന്ന ഒരു താരം തന്നെയാണ്. എന്നാൽ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ജസ്റ്റ് ഒരു വെൽക്കം സ്പീച്ച് പറഞ്ഞപ്പോൾ ഉപയോഗിച്ച വാക്കൊരു വലിയ കക്ഷിയാണ് എന്നാണ്. അത് തന്നെ ഞാൻ ഒരിക്കൽ കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ 100% റീറ്റെയിൽ ഫോക്കസ് ആയിട്ടുള്ള ഡിജിറ്റൽ ഫ്യൂച്ചർ ഡിസൈൻ കമ്പനി ലിറ്റ്മസ് 7 CEO none other than Sri Venu Gopalakrishnan. And we also know how crazy he is about car, how crazy he is about riding. And now ഇന്ന് മുതൽ അദ്ദേഹത്തിന്റെ സിനിമയിലുള്ള ക്രേസ് ആരംഭിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. He is stepping his feet into Malayalam film industry and this is going to be his first production. അപ്പോൾ ആ ഒരു ആവേശം ഉൾക്കൊണ്ട് തന്നെ മികച്ച കൈയ്യടി നൽകി തന്നെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. A big round of applause and welcoming Mr. Venu Gopalakrishnan, one of the producer who has gifted us the film. സ്റ്റേജിലേക്ക് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഷംസു സാറിനെയാണ് ഒന്ന് കണ്ണുപിടിച്ച് നോക്കിയതല്ലേ? അതെ, ഇങ്ങനത്തെ ഒരു വേണ്ടാത്തൊരു കാര്യം ചെയ്യണ്ടായിരുന്നു.
സംസാരിക്കാൻ ഉണ്ടാവുമ്പോൾ തീരെ പ്രതീക്ഷിച്ചില്ല. പക്ഷെ എന്നാലും സർ, ഹൗ ആർ യു ഫീലിംഗ്? എക്സൈറ്റ്മെന്റ്, ഹാപ്പിനെസ് എന്താണ് മനസ്സിലിപ്പോ തോന്നുന്നത്? എവറി ടൈം വെൻ യു സ്പീക്ക്, വീഡിയോസിലൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഇൻസൈറ്റ്സ്, നമ്മൾ ഇതുവരെ കേൾക്കാത്ത ഇൻസൈറ്റ്സ് ഒക്കെ നമുക്ക് പങ്കുവയ്ക്കുന്ന ആളാണ്. അപ്പൊ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ടേക്ക് ഹോം മെസ്സേജ് കിട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെ just curious to know how you're feeling at the moment. Very honestly speaking, I had no intention to get into movies at all. The only reason I'm standing here because of two people. One is Shamsu and the other one sitting there very quietly, Sanjay. And I was looking for you all along. What an amazing personality. I adore your way of thinking. And I felt I should be part of it. But I was trying to escape myself from this. After Shamsu പറഞ്ഞു പോകാൻ പറ്റത്തില്ല. ആ ഒരൊറ്റ കാര്യം കൊണ്ടുകൂടെ നിൽക്കുന്നു. I'm excited for him more than for me. I'm excited for everybody sitting here, everyone sitting here, and this joy. I never met this person. I heard quite a bit about him. I'm not a movie guy. I mean, yeah. When he said Padmarajan's son is here, that's a privilege, honestly. Because when I interview people, I ask them one question. Why is Padmarajan Padmarajan? That's a question that I ask people for his authenticity, originality. So it is, I'm so privileged, and thank you, this guy, Shamsu, and all of you, to put me into this place where I could meet all of these great legends. Happy to be here, and excited for this project, and I wish good luck for this project. I think I should say we are equally excited for you having in this film. നമുക്കായിട്ട് മലയാളികൾ ഒരുപക്ഷെ ഏറ്റവും ആന്റിസിപ്പേഷനോട് കൂടി തന്നെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് സമ്മാനിക്കാനായിട്ട് പോകുന്നത്. I can say congratulations, sir. Let it be just a beginning. Even though you're not fascinated about movies, we just wish that let this be a beginning and let Malayalam be blessed with more films coming from your production house. And we had one producer who definitely in the next segment പോകുമ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഷംസു സാറിനെയാണ് ഇൻവൈറ്റ് ചെയ്തത്. പക്ഷേ he is busy with something. All right. പിന്നെ സംസാരിക്കാം അല്ലേ? Okay, so let us keep the moment for him later when we get into the next proceedings. So now, ladies and gentlemen, അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നത് സിനിമയിലെ തിരക്കഥാകൃത്തായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപാലൻ സാറിനെയാണ്. അദ്ദേഹത്തെ ഏറ്റവും മികച്ച കഴിവുകളിൽ തന്നെ സ്വാഗതം ചെയ്യണം. Because he is also marking his debut to the Malayalam film industry. അദ്ദേഹത്തിന്റെ ആദ്യ പ്രൊജക്റ്റ് ആണ്. അത് ഇത്രയും വലിയൊരു ആന്റിസിപ്പേഷൻ, ഇത്രയും വലിയൊരു പ്രോമിസ് മലയാളി പ്രേക്ഷകർക്ക് നൽകിയാണ് അദ്ദേഹം മലയാള സിനിമയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. ഏറ്റവും സ്നേഹത്തോടെ അങ്ങേയറ്റം ആവശ്യത്തോടു കൂടി തന്നെ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നല്ലൊരു കൈ സുരേഷ് ഗോപാലൻ സർ. നമസ്കാരം. ചെയ്യാൻ ഏറ്റവും വലിയ കാരണം പിന്നെ മറ്റൊരു കാരണം കൂടിയായ ആസിഫ് അലി. താങ്ക് യു. കൂടുതലൊന്നും പറയാനില്ല. ഇത്ര പേര് എങ്കിലും എക്സൈറ്റഡാണ് ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ. തീർച്ചയായിട്ടും അറിയുള്ളൂ. എല്ലാവരുടെ ആശംസകൾ അറിയിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മലയാളികൾ എല്ലാവരും കാത്തിരിക്കുന്ന, ഏറ്റവും ത്രില്ലോടും കൂടി തന്നെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത് അല്ലെ? അതിന് എല്ലാവിധ ആശംസകളും ഹൃദയത്തിന്റെ ഭാഷയിൽ തന്നെ അറിയിക്കുകയാണ്. ഹാപ്പി, എക്സൈറ്റഡ്. ഇനി ഒരുപാട് വേദികളിൽ ഇതുപോലെ സംസാരിക്കാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച് സർ. നമ്മളോടൊപ്പം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അഡ്വക്കേറ്റ് OJ ജനീഷ് സർ എത്തിച്ചേർന്നിരിക്കുകയാണ്. ദി ഓണറബിൾ മിനിസ്റ്റർ ഫോർ യൂത്ത് വെൽഫെയർ, സ്പോർട്സ്, രജിസ്ട്രേഷൻ, ഗവൺമെന്റ് ഓഫ് കേരള. ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ അദ്ദേഹത്തെ ഈ അവസരത്തിലേക്ക്, ഈ സായാഹ്നത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഹാർട്ടി വെൽക്കം സർ. അദ്ദേഹമായിരിക്കും നമുക്കായിട്ട് ടൈറ്റിൽ ലോഞ്ച് ചെയ്യുന്നത്. അദ്ദേഹത്തെ ഏറ്റവും ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ ഒരു കഥ പറയാമെന്നതാണ് ജിസർ പറഞ്ഞിരിക്കുന്നത്. ഒന്നും പറഞ്ഞല്ലോ, സുരേഷ് മലയാള സിനിമയിലേക്ക് വെറുതെ വെച്ച് കയറുന്ന ഫസ്റ്റ് പടമാണ്. അപ്പൊ സുരേഷിനെ എങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചാൽ കഴിഞ്ഞിട്ട് കഴിഞ്ഞു. ഇത് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാല് സന്തോഷ് എച്ചിക്കാനം എന്ന് പറയുന്ന വലിയ റൈറ്റർ ഒരു കഥ പറയാൻ ഞാൻ കുറെ നാളായിട്ട് സന്തോഷിന്റെ സ്ക്രിപ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ സന്തോഷിന്റെ ഫ്ലാറ്റിലേക്ക് സന്തോഷിന്റെ കഥ കേൾക്കാൻ വേണ്ടി പോകും. അപ്പൊ മനസ്സുകൊണ്ട് സെറ്റാ സന്തോഷ് കഥ പറയുന്നു. അങ്ങനെ സന്തോഷ് കഥ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ്
ഇദ്ദേഹം ഇവിടെ നൽകിയിരുന്നു. ഞാൻ ചോദിച്ചു ആരാണത് ചോദിച്ചു. ഇതെന്റെ സുഹൃത്ത് തൊടുപുഴയിലുള്ള കക്ഷിയാണ്. ഞാൻ ചിന്തിക്കുന്നു പുള്ളി എഴുതും, അത്യാവശ്യം എഴുതും. അപ്പോ ഇദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടെന്ന് വായിച്ചു നോക്കുമെന്ന് പറഞ്ഞ് എന്റെ കയ്യിലേക്ക് തന്നു. സന്തോഷ് ചേച്ചിക്കാരൻ തന്നെ കഥ മനസ്സിൽ എന്തുകൊണ്ടോ അന്ന് നടന്നില്ല. പക്ഷെ തന്നുവിട്ട സ്ക്രിപ്റ്റ് ഞാൻ അന്ന് ഇരുന്ന് വായിച്ചു. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അതിലൊരു മനോഹരമായ സിനിമ കടമുണ്ട്. തലവന് മുൻപായിരുന്നു ഈ സംഭവം. അങ്ങനെ തലവന്റെ ഷൂട്ടിലൊക്കെ ഈ കഥ ഇങ്ങനെ മനസ്സിലിട്ട് ലാളിച്ച് ഇപ്പോ ഞങ്ങൾ ആ സിനിമ സന്തോഷ് ചേച്ചിക്കാരൻ പരിചയപ്പെടുത്തിയ, സന്തോഷ് ചേച്ചിക്കാരൻ വഴിമാറി തന്ന സുരേഷിന്റെ സ്ക്രിപ്റ്റ് ഞങ്ങൾ ചെയ്യുകയാണ്. ഇനി കൈയടിക്കാം. നല്ല കാര്യം തന്നെയാവും. അപ്പൊ എല്ലാവരുടെ ആശംസകളും ഒരിക്കൽ കൂടി നേരെയാണ്. ഇതുപോലെ ഒരുപാട് വേദികളിൽ ഒരുപാട് സിനിമകളുടെ ഭാഗമാകാനായിട്ട് പറ്റട്ടെ എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായിട്ട് തന്നെ ആശംസിക്കുന്നു. താങ്ക് യു. ഡെഫിനറ്റ്ലി താങ്ക് യു സോ മച്ച് സർ. And now, ladies and gentlemen, with the valuable presence of Minister Advocate O.J. Ganesh sir, we are also welcoming some other eminent personalities here. എല്ലാവരെയും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ തന്നെ സായാഹ്നത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ജസ്റ്റ് ആസഫലി ഒന്നിക്കുന്ന സിനിമയുടെ ടൈറ്റിൽ ലോഞ്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹപൂർവ്വം അങ്ങേയറ്റം ബഹുമാനപൂർവ്വം തന്നെ സ്വാഗതം ചെയ്യുന്നു. And now we have a lot of other crew members from the film to talk about. പക്ഷേ നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ എത്തിച്ചേർന്നിരിക്കുന്ന വേളയിൽ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഇനി നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം ഈ വേദിയിൽ എത്തിച്ചേർന്നപ്പോൾ നമ്മൾ കണ്ടൊരു മനോഹരമായിട്ടുള്ള കാഴ്ച. ഹി വാസ് ഹഗ്ഗിംഗ് നമ്മുടെ സ്വന്തം ആസിഫിക്ക് ഒരു വാം ഹഗ് നൽകിയാണ് അദ്ദേഹം ഇവിടേക്ക് അദ്ദേഹത്തിന്റെ സാന്നിധ്യം രേഖപ്പെടുത്തിയത്. ഫ്രം ദാറ്റ് വി കൻ അണ്ടർസ്റ്റാൻഡ് യുവതലമുറയിലെ ആളുകളെ എത്രത്തോളം അദ്ദേഹം ചേർത്ത് നിർത്തുന്നുണ്ട് എന്നുള്ളത്, അദ്ദേഹത്തിനോടുള്ള കലയോടുള്ള സ്നേഹം എത്രത്തോളം വലുതാണെന്ന് നമ്മളിവിടെ കണ്ട് മനസ്സിലാക്കുന്നത് തന്നെയാണ്. And now, with all your permission, ladies and gentlemen, here I am availing this opportunity to wholeheartedly welcome the Honorable Minister Advocate O.J. Ganesh on the floor. മികച്ചൊരു കാര്യം നൽകുന്ന അദ്ദേഹത്തെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് നമ്മുടെ സെറമണീസ് നമ്മൾ തുടർന്നതായിരിക്കും. Put a big round of applause. Let's give it up for Advocate O.J. Ganesh. Respected Minister, Youth Welfare, Sports, Registration, Government of Kerala. Hearty welcome, sir. Just joy അസംബ്ലി ഒന്നിക്കുന്നതിന്റെ ഒരു മനോഹാരിതയെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ മീറ്റിംഗ് കൂടുതൽ ധന്യമാക്കിക്കൊണ്ട് സർ നമ്മളോടൊപ്പം എത്തിച്ചേർന്നിരിക്കുകയാണ്. എല്ലാവരും സാറിന്റെ എല്ലാവരും പറയാനുള്ളത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വേദിയിലേക്ക് കടന്നു വന്ന സമയത്ത് തന്നെ ഞാൻ പ്രിയപ്പെട്ട ആസിഫിനടുത്ത് പറഞ്ഞു, പണിയുടെ ശബ്ദം ആദ്യമായിട്ട് നേരിൽ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഏതാണ്ട് ഞങ്ങളൊക്കെ ഒരു കോളേജ് സമയത്ത് പിന്നെ അല്ലു അർജുന്റെ സിനിമകൾ കാണുമ്പോൾ അല്ലു അർജുന്റെ ശബ്ദമായി കേട്ടിരുന്ന ഒരാള് ശ്രീ ദിസ്ലോയാണെന്നുള്ളത് കുറെ കഴിഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലാക്കിയത്. അപ്പൊ ഇന്ന് ആ ശബ്ദമൊക്കെ നേരിൽ കേട്ടു. ശ്രീ ആസിഫിക്കയുടെ ഒരു പുതിയ ചിത്രം പ്രിയപ്പെട്ട ഷംസുദ്ദീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ശ്രീ ജിസ്റ്റോയെ സംവിധാനം ചെയ്യുന്നത്. അത് 6ാമത്തെ ചിത്രമാണ് പഠിപ്പിച്ചത്. അത് ഞാൻ അദ്ദേഹം വിളിച്ച സമയത്ത് തന്നെ പറഞ്ഞു, ഡയറക്ടർ ജിസ്റ്റോയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അപ്പൊ ഞാനിങ്ങനെ വെറുതെ ഒരു തമാശക്ക് ചോദിച്ചു, അപ്പൊ നായകൻ ആസിഫാണോ തമാശയിൽ ചോദിച്ചു. അപ്പൊ അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് പറഞ്ഞു. അപ്പൊ ഒരു പുതിയ ചിത്രത്തിന്റെ ടൈറ്റിൽ ലോഞ്ചിൽ കൂടി പങ്കെടുക്കാൻ വേണ്ടി കഴിഞ്ഞാലുള്ള സന്തോഷം പങ്കുവയ്ക്കുന്നു. ഈ ചിത്രം ഒരു സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരു വലിയ മലയാള ചലച്ചിത്ര രംഗത്ത് ഒട്ടനവധിയായ ചലച്ചിത്ര മേഖലയിൽ ഒരുപാട് സിനിമകൾക്ക് പങ്കെടുക്കാനും അഭിനയിക്കാനും അതിന് നേതൃത്വം കൊടുക്കാനും സംവിധാനം ചെയ്യാനും നിർമ്മിക്കാനൊക്കെ ഈ ചലച്ചിത്രത്തിലെ എല്ലാ ക്രൂവിനും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ടൈറ്റിൽ പ്രയാസം ചെയ്യുന്നു. തീർച്ചയായിട്ടും അതിലേക്ക് തന്നെയാണ് നമ്മൾ കിടക്കുന്നത്. സർ പ്രക്ഷേപണമായി കൗതുകമായി ചോദിക്കുകയാണ്, ആസിഫിക ജസ്റ്റ് കോമ്പിനേഷനിൽ ഏത് സിനിമയാണ് സാറിന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്? എനിക്ക് എല്ലാ സിനിമയും ഇഷ്ടമാണ്. ഡിപ്ലോമാറ്റിക് ആൻസർ ആയിട്ട് പോകുന്നത് എല്ലാ സിനിമയും ഇഷ്ടമാണ്. നമുക്ക് എല്ലാവർക്കും എല്ലാ സിനിമയും ഇഷ്ടമാണ്. എന്നാലും ഒരു പൊടി ഒരു പരിമിതി എനിക്കറിയാവുന്ന പ്രസംഗങ്ങളിലൂടെ പറയാൻ പറ്റില്ല. ഞാൻ ആദ്യമായിട്ടാണ് സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ഫ്ലോറിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ കുറച്ച് ഡിപ്ലോമാറ്റിക് ആയിട്ട് കരിയറിൽ പോകണം. അപ്പൊ പിന്നെ നമുക്ക് ടൈറ്റിൽ ലോഞ്ചിലേക്ക് നേരിട്ട് കിടക്കാം അല്ലെ? സാറിന്റെ പ്രസൻസോട് കൂടി സിനിമയിലെ താരങ്ങളെയും ക്രൂ മെമ്പേഴ്സിനെയും നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ടൈറ്റിൽ ലോഞ്ചിലേക്ക് കടക്കുന്നതിന് മുന്നായി ഒരിക്കൽ കൂടി സാർ പറഞ്ഞതുപോലെ അല്ലു അർജുന്റെ സൗണ്ടിനെ മുഴുകി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജിസ്റ്റോയ് സാറിന്റെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. To join for the title launching ceremony and also singing the valuable presence of the producers Mr. T.R. Shamsuddin sir and Mr. Venu Gopalakrishnan sir. രണ്ടുപേരെയും ഒരുമിച്ച് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. രണ്ട് പ്രൊഡ്യൂസേഴ്സ് ഫസ്റ്റ്ലി അവർ ഒരുമിച്ചത് വേദിയിലേക്ക് എത്തുകയാണ്. നല്ലൊരു പേര് നൽകി തന്നെ നമുക്ക് അവരെ വേദിയിലേക്ക്
സ്വാഗതം ചെയ്യാം. ആൻഡ് നമ്മുടെ മലയാള സിനിമയിലെ പ്രോമിനന്റ് റൈറ്റേഴ്സ് ആയിട്ടുള്ള സഞ്ജയ് ഗോവി ടീമിലെ സഞ്ജയ് സർ നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി വിവേകമാതൃത്തായ ശ്രീ സുരേഷ് സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Seeking the presence of Mr. സുരേഷ് സർ as well. സ്വാഗത പ്രസംഗത്തിൽ ജിസ്റ്റോയ് സാർ സൂചിപ്പിച്ചിരുന്നു അമേരിക്കയിൽ പോയിട്ട് നമ്മുടെ നാട്ടിലെ ഒരു പാട്ട് കേട്ടതിന്റെ കഥ. തീർച്ചയായും ഈ സിനിമയിലെ ഒരു മജീഷ്യൻ എന്ന് നമുക്ക് നിസ്സംശയം വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു താരം തന്നെയാണ്. സംഗീതം കൊണ്ട് നമ്മളെ പ്രണയിക്കാൻ പഠിപ്പിച്ച് പ്രണയത്തിലാഴ്ത്തിയ നമ്മളെ കരയിപ്പിച്ചിട്ടുള്ള മജീഷ്യനാണ്. And now, ladies and gentlemen, the magician of the film, let us give a big hand to welcome the one and only Govind Vasantha. നേരത്തെ കൈ നൽകിയത് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. The stage is almost set, but now here comes the very important part. Stage program incomplete aanale, and now we have to make it picture perfect. And for that, here I am gonna welcome a star who is also a favorite boy next door in the Malayalam film industry. ഒരുപക്ഷെ സിനിമ സ്വപ്നം കാണുന്ന ഏതൊരു വ്യക്തിക്കും അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും സ്വന്തം ജീവിതം ഒരു പാഠപുസ്തകമായി ഒരു വലിയ ഇൻസ്പിറേഷൻ നൽകുന്ന നമ്മുടെ സ്വന്തം ആസിഫിക്ക. Like I said in the beginning, അദ്ദേഹത്തിന്റെ ചിരിയെ കുറിച്ച് നമുക്ക് ഓണറാൻ സംസാരിക്കാം. Now, ladies and gentlemen, with a big round of applause, let us welcome the very own ആസിഫിക്ക, നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ആസിഫ് അലി. He is here. And now I think it's time for us to directly move to the title launching ceremony. എല്ലാവരുടെയും സാന്നിധ്യം കാംക്ഷിച്ചുകൊണ്ട് തന്നെ ടൈറ്റിൽ ലോഞ്ചിങ് സെറമണിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. So we can move to both sides so that everybody will get a good view at what is coming up next on the floor. So ladies and gentlemen, are you ready? Camera team, media team, are you ready to capture this? If yes, here we go. We can have a countdown again. ഒരു കൗണ്ട്ഡൗണിന് ശേഷം നമുക്ക് മുന്നിലേക്ക് നമ്മൾ കാത്തിരിക്കുന്ന ഒരു ടൈറ്റിൽ എത്തുന്നതാണ്. On the count of 3, 2, 1, and here we go. ആരംഭിച്ചിരിക്കുകയാണ്. സിനിമ റിലീസ് ആകുന്നത് വരെ ഈ ഒരു കാത്തിരിപ്പ് നമുക്ക് തുടരേണ്ടതുണ്ട്. എൻറ്റയർ ടീമിന് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരുകയാണ്. ജിസ്റ്റോയ് സർ, ആസിഫിക്ക, every single person who is associated with the film. So everyone to the center stage. നമ്മുടെ മിനിസ്റ്ററോടൊപ്പം ഒരു ഫോട്ടോ എടുത്തതിനു ശേഷം നമ്മുടെ സെറമണീസിലേക്ക് നമുക്ക് കടക്കാം. സിനിമയിലെ താരങ്ങൾ നമ്മളോട് ഇനി സംസാരിക്കുന്നതാണ്, കൂടുതൽ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെക്കുന്നതാണ്. Before that, a very quick picture to mark the valuable presence of Minister Advocate O.J. Ganesh sir. Let ഒരു picture എടുത്ത് let us get into the next series of video. Yes, okay, thank you so much. Title launch presence മാറിയത് എല്ലാവർക്കും വേണ്ടി thank you so much sir. എന്നിവിടെ എത്തിച്ചേർന്ന് ടൈറ്റിൽ ലോഞ്ച് മലയാളികൾക്കായിട്ട് സമ്മാനിച്ചത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അഡ്വക്കേറ്റ് ജനീഷ് സർ ഒരിക്കൽ കൂടെ ഹൃദയത്തിന്റെ ഭാഷയിൽ തന്നെ നന്ദി അറിയിക്കുകയാണ്. നമ്മൾ കാത്തിരുന്ന ടൈറ്റിൽ നമുക്ക് മുന്നിലേക്ക് എത്തി. And now let us continue our celebrations. Let us continue listening to the wonderful talks from the stars who are associated with the film. അപ്പോൾ ആസിഫിക്ക നമ്മുടെ സ്റ്റേജിൽ വന്ന് ആ ഒരു എനർജിയിൽ നമ്മൾ നിൽക്കുമ്പോൾ അത് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലേ? നേരത്തെ ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മളെല്ലാവരും അദ്ദേഹത്തെ ആരാധിക്കുന്നതോടൊപ്പം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ തറച്ചു കയറുന്ന ഒന്നാണ് അദ്ദേഹത്തിന്റെ ചിരി. ഒരുപാട് സിനിമകളിൽ ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മുടെ മുന്നിലൂടെ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിലും ആ ഒരു ചിരി തന്നെയായിരിക്കും ഏറ്റവും ആദ്യമേ നമ്മൾ ഓർക്കുന്നതും പറയുന്നതും. And he is a very good example to all the people who are fighting in the life that we will definitely succeed in that. ഓരോ സിനിമ കഴിയുന്നതും സ്വയം ചാലഞ്ച് ചെയ്ത് സ്വന്തം ബൗണ്ടറീസ് ബ്രേക്ക് ചെയ്ത് റീഇൻവെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടർഫുൾ ആക്ടറാണ്. ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ സ്നേഹവും സന്തോഷവും അറിയിച്ച് ഗംഭീരമായിട്ടുള്ള ഒരു കൈ നൽകി തന്നെ നമ്മുടെ സ്വന്തം ആസിഫിക്കയിലൊക്കെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. A very own, very favorite Asif
നമസ്കാരം. ഇവിടെ വരുന്നത് വരെ അല്ലെങ്കിൽ ഈ ഹോളിനകത്തേക്ക് കയറുന്നത് വരെ നാളെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന്റെ ടെൻഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാനും നിങ്ങളും എല്ലാം ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് കേട്ടത് ജിസ്ജോയും ആസിഫ് അലി കോമ്പിനേഷൻ നടക്കുന്ന എന്തോ മാജിക്കിനെ പറ്റിയിട്ട് പറയുന്നതാണ്. അതൊരു വലിയ ടെൻഷനും വലിയൊരു റെസ്പോൺസിബിലിറ്റി ആയി മാറി. പക്ഷെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഫീൽ ഗുഡ് സിനിമകളുടെ രാജകുമാരനായിരുന്ന ജിസ്ജോയി നോട്ട് എനി മോർ അല്ല, തലവനോട് കൂടി അദ്ദേഹം ഈ ഒരു മാറ്റി പിടിച്ചു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എങ്കിലും ഇതിലേക്ക് വരുമ്പോ തലവിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയ മറ്റൊരു സിനിമയാണ് എത്തുന്നത്. അതിനെ ഡെഫിനറ്റ്ലി ഞാൻ സന്തോഷമുണ്ട്. അതിനേക്കാൾ ഉപരി ഇവിടെ കാണുന്ന എല്ലാ പേരുകളും എല്ലാവരുടെയും കൂടെ ഇതിനു മുന്നേ സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ വീണ്ടും ഒരുമിച്ച് സിനിമ ചെയ്യുന്നതിന്റെ ഒരു സന്തോഷം കൂടി ഉണ്ട്. ആരുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല. എന്തായാലും താങ്ക് യു. ഞാൻ പറയാനുള്ളതെല്ലാം ജിസ് പറഞ്ഞു കഴിഞ്ഞു. ഷൂട്ടിംഗ് നാളെ ആരംഭിക്കുകയാണ്. അതിന്റെ ഒരു ഫസ്റ്റ് ഡേ ടെൻഷൻ, ഒരു ഫസ്റ്റ് ഡേ ഫിയർ ഉണ്ട് എനിക്ക്. അത് സംസാരിക്കാൻ ഒരു മടിയും പേടിയുണ്ട്. താങ്ക് യു സോ മച്ച്. ഇത് വലിയൊരു ഇവന്റാണ്. പ്രൊഡ്യൂസേഴ്സ് താങ്ക് യു. ഇത്രയും വലിയ ഒരു കിക്സാർട്ടർ സിനിമയ്ക്ക് തന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു. ഈ ഒരു മൊമെന്റിൽ പറയേണ്ട ഒരു കാര്യമാണ് ആസിഫിക്ക. കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നു. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് നിൽക്കുന്ന ഒരു പിക്ചർ എന്ന പാട്ടൊക്കെ ഇട്ട് ബീജോട്ടിട്ട് നമ്മളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് കാലം നമ്മൾ കാത്തിരിക്കണം ആ ഒരു മാജിക് സ്ക്രീനിൽ ഒന്നുകൂടെ കാണാനായിട്ടല്ലേ. എങ്ങനെയുണ്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞത് കണ്ടുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഇമോഷനാണ്, ആ ഒരു ബോണ്ടാണ് നിങ്ങൾ തമ്മിലുള്ളത് എന്നുള്ളത്. സോ സെവൻത് ഫിലിം ഹൗ യു ഫീലിംഗ് അബൌട്ട് ദാറ്റ്? പുതിയതായിട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവോ സെറ്റിൽ? പുതിയത് തന്നെയാണ്, ഡെഫിനറ്റ്ലി പുതിയത് തന്നെയാണ്. കാര്യം ഇതിന്റെ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് അത് തന്നെയാണ്. ഓരോ സിനിമ ചെയ്യുമ്പോഴും ഇപ്പൊ ഫീൽ ഗുഡ് എന്ന ആളുകൾ എടുത്തു പറയുന്നത് എനിക്കൊന്ന് സൺഡേ ഹോളിഡേ ഒരു വലിയ ഹിറ്റ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ കുറച്ച് ക്രിമിനൽ മൈൻഡ് ഒക്കെ ഉള്ള ഒരാൾ തന്നെയാണ് ജിസ്റ്റോയി. അപ്പോ അത് വളരെ നന്നായിട്ട് ഈ സിനിമയിലേക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു കളർ സ്കീമും ഇവിടെ കാണിച്ച പോസ്റ്ററും ഒക്കെ കണ്ടാൽ മനസ്സിലായി കാണും ഇതൊരു ഫീൽ ഗുഡ് സിനിമയല്ല എന്നുള്ളത്. പിന്നെ പേഴ്സണലി എന്റെ ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കളുള്ള ഒരാളാണ്. എന്റെ എന്ത് മട്ടത്തിൽ ഞാൻ ചെയ്താലും ആദ്യം അഭിപ്രായം ചോദിക്കുന്നതും എന്നെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റും എന്ന് വാശി പിടിക്കുന്നതും എന്റെ സുഹൃത്താണ്. എല്ലാവിധ ആശംസകളും അറിയിക്കാണ്. അതിന്റെ കൂടെ അസറ്റിനെ പോകാൻ നിർത്തി വെക്കാൻ തോന്നുന്നു. പക്ഷെ ഒരു റിക്വസ്റ്റ് കൂടി ഉണ്ട്. സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത ഒരു വൈറൽ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇപ്പൊ കട്ടി മീശയായിട്ടൊക്കെ ഇങ്ങനെ സ്റ്റേജിൽ നിൽക്കുമ്പോ മീശ പിടിക്കുന്ന ഒരു വീഡിയോ ആ ഒരു മൂമെന്റിലേക്ക് ഒന്നുകൂടെ ഓർമ്മ പുതുക്കിക്കൊണ്ട് ഇപ്പോ ഇത്രയും പേര് നടന്നു നിൽക്കുന്ന ഈ ഒരു ഹാളിൽ ഇത്രയും മീഡിയയുടെ ഫ്രണ്ടില് ലൈവായിട്ട് ആ മീശ പിടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? എല്ലാരും റെഡിയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അതിന്റെ ഞാനിത് സിനിമയ്ക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് വെച്ച മീശയാണ്. സിനിമ പിടിച്ച പോലെ ഇവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് എല്ലാവരും ഏറ്റെടുക്കട്ടെ. അപ്പൊ തിയേറ്ററിൽ കണ്ട് നമുക്കത് കൂടുതൽ എൻജോയ് ചെയ്യാം. അതിന് കൂടുതൽ രോമാഞ്ചം നമുക്ക് നൽകുന്നതിനായിട്ട് ഇപ്പൊ നമ്മൾ കേട്ട ട്രാക്ക് കൂടെ നമ്മൾ പ്ലേ ചെയ്യാം. അപ്പൊ അതിന്റെ ഒരു ഫീലില് അസലായിട്ട് ഒന്ന് മീശ പിടിച്ച് നമ്മളെ കൂടുതൽ എൻജോയ് ചെയ്യാനായിട്ട് ആസ്വദിക്കുന്ന റിക്വസ്റ്റ് ചെയ്യാണ്. ജസ്റ്റ് മൈക്ക് മാറ്റിയിട്ട് മീശ പിടിപ്പിക്കാമല്ല. എപ്പോഴും ആസിഫിക്ക സ്റ്റേജിൽ വരുമ്പോൾ ഇതുപോലെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യേണ്ട മൊമെന്റ് ഗിഫ്റ്റ് ചെയ്തിട്ടാണ് എപ്പോഴും പോവുക. അത് ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ ഫോർ ബീയിങ് ദി ബോയ് നെക്സ്റ്റ് ഡോർ ഇൻ ദി മലയാളം ഫിലിം ഇൻഡസ്ട്രി. താങ്ക് യു സോ മച്ച്. ഏറ്റവും സന്തോഷം ഫാമിലിയുടെ കൂടെയാണ് ഈ ഒരു മൊമെന്റ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലെ. അത് സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേനും മുന്നേ മൂടെ നോക്കി എന്തോ എക്സ്പ്രഷൻ ഒക്കെ ഇടുമ്പോൾ ഞാൻ കണ്ടായിരുന്നു. എന്താ കൺവേ ചെയ്തത്? ഓർമ്മ എന്താ പറഞ്ഞു? മനസ്സിലായില്ലായിരുന്നു രാധേനെയാണ് വിളിക്കുന്നതെന്ന്. ഇല്ലേ? സന്തോഷമായോ? ഒന്നും പറയുന്നില്ല അല്ലേ? താങ്ക് യു സോ മച്ച് ആസിഫിക്ക. അപ്പൊ ഏറ്റവും മാസായിട്ട് മൊമെന്റ് കണ്ട് ആ ഒരു എനർജിയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മൾ ഏറ്റവും കാത്തിരുന്ന ആസിഫിക്കയുടെ വാക്കുകൾ ആദ്യമേ തന്നെ നമ്മൾ കേട്ടിരിക്കുകയാണ്. ആ ഒരു എനർജി ക്യാരി ഫോർവേഡ് ചെയ്യുന്നത് തന്നെ ആ ഒരു മൊമെന്റത്തോട് കൂടി തന്നെ ഇനി നമുക്ക് നെക്സ്റ്റ് അഡ്രസ്സസിലേക്ക് കടക്കാം.
So now I think at the moment, do we have our producer Shamsu sir? Yes. Okay, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഈ സിനിമയിലെ ഭാഗമായിട്ടുള്ള ഓരോരുത്തരും അത്രത്തോളം ഇൻസ്പയറിംഗ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആണ്. ഇദ്ദേഹവും മനസ്സിൽ കാണുന്ന സ്വപ്നങ്ങൾ ഓരോന്നായി അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു താരം തന്നെയാണ്. നമുക്കറിയാം ഡ്രീം ക്യാച്ചർ പ്രൊഡക്ഷൻസ് 1983 ഖുലീൻ കാണേ കാണേ എന്നീ സൂപ്പർ ഡ്യൂപ്പർ സിനിമകൾ നമുക്ക് സമ്മാനിച്ചതിന് ശേഷം അടുത്ത സിനിമയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിന് കൂടെ ഒരു പൊറുപ്പുകൾ കൂടിയുണ്ട്. മെന്റർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഫൗണ്ടറുമാണ്. ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് രീതികളിലേക്ക് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. And now he's a very humble person. നമുക്ക് മുകളിലൂടെ ഈ ശരിയായിട്ട് ഓടി നടക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. So now how are you feeling? എന്താണ് എല്ലാവരോടും പറയാനുള്ളത്? ഓ ചെയ്യും. ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട ആദരണീയ നമ്മുടെ യൂത്തിന്റെ പ്രിയങ്കരനായ യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് മിനിസ്റ്റർ അഡ്വക്കേറ്റ് ഒ ജെ ജമീൽ സർ, അതുപോലെ തന്നെ കാസ്കാഡ് ബാങ്കിന്റെ ഡയറക്ടർ ടി എൻ നവാസ്കർ, അതുപോലെ തന്നെ സ്റ്റേറ്റ് അറ്റോർണി ഡോക്ടർ അഡ്വക്കേറ്റ് അനൂപ് നായർ, പിന്നെ ഈ സദസ്സിലിരിക്കുന്ന ബാക്കി എല്ലാവരും, പിന്നെ എനിക്ക് പേര് ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോ ആസിഫ് പറഞ്ഞ പോലെ തന്നെ ഞാനും കുറച്ച് നെർവസ് ആണ്. ആക്ച്വലി ഞാൻ കോളേജിലൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് വളരെ നന്നായി വളരെ പക്വമായിട്ട് സംസാരിക്കാൻ പറ്റാറുണ്ട്. പക്ഷെ ഇത്രയും മീഡിയയും ഇത്രയും എല്ലാവരും നിൽക്കുമ്പോൾ ഞാൻ തന്നെ സഞ്ജയനോടൊക്കെ പറയണ്ടായി എനിക്കും പറയാൻ കുറച്ച് നെർവസ്നെസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിന് മുന്നേ തന്നെ വളരെ വളരെ ഗംഭീരമായ പ്രസംഗം കഴിഞ്ഞ ഒരു വെൽക്കം സ്പീച്ച് ജിസേടൻ നടത്തുകയുണ്ടായി. ഞാൻ പുറത്തു നിന്നിട്ടാണെങ്കിലും സാറിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത്രയും ഗംഭീരമായ ഒരു പ്രസംഗത്തിന് ശേഷം, ആസിഫിന്റെ ഇഷ്ടത്തോടുള്ള പ്രസംഗത്തിന് ശേഷം ഞാൻ എന്ത് പറയാനാണെന്നാണ് ചിന്തിക്കുന്നത്. പക്ഷെ എങ്കിലും പഠിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ ആക്ച്വലി ടൈറ്റിലിന്റെ മുന്നേ പ്രസംഗിക്കാനാണ് ഇരുന്നത്. അപ്പോ ടൈറ്റില് അതിഗംഭീരമായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്നലെയാണ് ജിസാണ് ഈ ടൈറ്റിലേക്ക് ഫൈനലില് ലോഞ്ച് ചെയ്ത്. പല പല ടൈറ്റിലുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു ടൈറ്റിലേക്ക് എത്തിക്കുമ്പോൾ ഓരോ ടൈറ്റിലും ഞങ്ങൾ എടുക്കുന്ന സമയത്ത് ആ ടൈറ്റില് പോയിട്ടുണ്ടാവും, അടുത്തൊരു ടൈറ്റിൽ വന്ന് അത് പോയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ലോഞ്ച് ഫിക്സ് ചെയ്തു. പക്ഷെ ലാസ്റ്റ് ഒരു ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ട് ഞെട്ടിപ്പോയി, അത്രയും കോരിത്തരിച്ചു പോയി. കാരണം ഞാൻ ഇതുവരെ ചെയ്ത സിനിമകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു സിനിമയാണ്. അത് മാത്രമല്ല ആ ടൈറ്റിലും അതിഗംഭീരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പൊ അതിനുശേഷം ഇന്നിപ്പോ ഈ ടൈറ്റിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോ ആ ടൈറ്റിലിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം ഭയങ്കര ത്രില്ലടിപ്പിച്ചു. താങ്ക് യു ഫോർ ഇറ്റ് ഞാൻ അദ്ദേഹത്തിനോട് പറയുകയുണ്ടായി. സോ ഞാൻ ഇത്രയും കാലമായിട്ട് ആകെ 3 സിനിമകളെ ചെയ്തിട്ടുള്ളൂ. 1983 നിന്ന് തുടങ്ങി ഇത്ര കാലത്തിനുള്ളിൽ ആകെ 3 സിനിമയെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ആ സിനിമകൾ കഴിഞ്ഞ് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ എനിക്ക് അവസരം തന്ന ജിസ് ജോയോടും അതേപോലെ ആസിഫിനോടുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാറുള്ളത്. കാരണം ഇവരുടെ ഒരു കോംബോ ഫിലിം അല്ലെങ്കിൽ ഈ മലയാളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് കൊമേഴ്ഷ്യൽ കോംബോസ് ആണ്. എല്ലാവരും ഇത്രയും മീഡിയം എല്ലാവരും കാത്തിരിക്കുന്ന ഇവരുടെ കോംബോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും പ്രതീക്ഷയുള്ള ഈ കോംബോയുടെ ഫിലിം എനിക്ക് ചെയ്യാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ അതിന് ശരിക്കും നിമിത്തമായത് സഞ്ജയേട്ടൻ തന്നെയാണ്. അപ്പൊ സഞ്ജയേട്ടനോട് എന്നോട് എനിക്ക് താങ്ക്സ് പറയാതിരിക്കാൻ പറ്റത്തില്ല. സഞ്ജയേട്ടൻ വഴിയാണ് എനിക്ക് ഈ സിനിമയിലേക്ക് എത്താൻ പറ്റിയത്. അപ്പോ ഇങ്ങനൊരു സിനിമ എനിക്ക് ചെയ്യാൻ തന്നതിന് ഞാൻ വീണ്ടും അവരോട് താങ്ക്സ് പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള എല്ലാ മീഡിയ പ്രവർത്തകരോടും അതുപോലെ തന്നെ ഇവിടെ വന്ന് ഞങ്ങളുടെ ഗസ്റ്റ് ആയിട്ട് ഇൻവൈറ്റ് ചെയ്ത് ഞാൻ ജിസേട്ടനും ആസിഫ് എല്ലാവരും ഇൻവൈറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഓരോരുത്തരോടും എനിക്ക് നന്ദിയുണ്ട്. വന്ന് എല്ലാവരും ഞങ്ങളുടെ ഈ പടം വളരെ വിജയമാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കണം, ഹെൽപ്പ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവരുടെയും സപ്പോർട്ടും തുടർന്നും പടം റിലീസ് ചെയ്യുമ്പോഴും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു സോ മച്ച്. Thank you very, very much. All the very best. Congratulations കൂടി അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. And very quickly let us move to the next
നെക്സ്റ്റ് സെഗ്മെന്റ് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് പോകുന്നത് ഒരു പക്ഷേ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ആത്മാവിനെ സ്പർശിച്ചിട്ടുള്ള ആളെ തന്നെയായിരിക്കും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു സിനിമയിലെ മജീഷ്യൻ എന്ന് നമുക്ക് അദ്ദേഹത്തെ നിസ്സംശയം വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. 96 സിനിമയിൽ റാം ആൻഡ് ജാനു കോമ്പിനേഷനിൽ ഇവിടെ ഒരു സൈലൻസ് നമ്മൾ ഹോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ മിയറും സിനിമയിൽ ശ്രീ കമൽഹാസൻ സാർ പാടിയ യാലോ ഇവിടെ യാലോ പാട്ട് അത്രത്തോളം നമ്മുടെ ഹൃദയത്തോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ മജീഷ്യൻ എന്നല്ലാതെ വേറെ എന്താണ് നമ്മൾ വിശേഷിപ്പിക്കുക? അത്രത്തോളം ആഴത്തിൽ വാക്കുകൾ കൊണ്ട് നിർവചിക്കാൻ പറ്റാത്ത മൊമെന്റ്സിനെ നമുക്ക് ഒരു ഡെഫിനിഷൻ തന്ന് നമ്മുടെ ഹൃദയത്തിന്റെ അങ്ങേ അറ്റത്ത് പോയി സ്പർശിച്ചിട്ടുള്ള the magician of violin in everything that he does. Ladies and gentlemen, we are now welcoming on stage the one and only Govind Vasudha. I think perfect ഒരു മൊമെന്റ് തന്നെയാണ് സ്റ്റേജിലേക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ ടൈറ്റിൽ ലോഞ്ച് ചെയ്തപ്പോൾ ഒരു ഹോട്ടിംഗ് ആയിട്ടുള്ള മ്യൂസിക് ഒക്കെ നമ്മൾ കേട്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ഇമ്പാക്ട് അത്രത്തോളം വലുതായിരുന്നു. And we are so excited to listen to your music coming through the film. How are you feeling? I'm feeling nervous. ഭയങ്കര ഇൻട്രോക്കെ പിന്നെ സംസാരിക്കാതെ നമുക്ക് രണ്ടുപേരും പാട്ടിപ്പിച്ചാലോ? ഞാൻ സംസാരിച്ചോളാം. ഒന്നും ഞാൻ ആസിഫിന്റെ കഴിഞ്ഞ സർക്യൂട്ടില് ആണ് കഴിഞ്ഞ എന്റെ ആക്ച്വലി മലയാളം പടം. ആൻഡ് സർക്യൂട്ട് ഇസ് വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് ഫിലിംസ്. ഞാൻ ഇതുവരെ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടമാണ്. ഞാൻ അത്രയും മനസ്സിലാക്കി ചെയ്ത സിനിമയാണ്. ആസിഫിന്റെ പലവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ അടുത്ത പടം എനിക്ക് ചെയ്യാൻ പറ്റിയതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ജിസ്റ്റോട് ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. വേറെ പ്രത്യേകിച്ച് പറയാനില്ല. താങ്ക് യു സോ മച്ച്. പാട്ട് പാടാൻ സ്റ്റേജിൽ ഇറങ്ങി ഓടാണല്ലേ? താങ്ക് യു സോ മച്ച്. നല്ലൊരു കൈ തന്നെ കൊടുക്കാം. ആക്ച്വലി ദ പ്രൈഡ് ഓഫ് മലയാളം സിനിമ. അത്രത്തോളം ഗംഭീരമായിട്ടുള്ള വർക്കാണ് റിപ്പീറ്റഡ്ലി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. And now coming to welcoming the next star. If I can look down, ഒരു പക്ഷേ നമ്മുടെ ഒരു ഗ്യാതറിംഗ് ഏറ്റവും കൂടുതൽ ക്രേസി ആക്കാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാറിനെയാണ് ഇനി വെൽക്കം ചെയ്യാനായിട്ട് പോകുന്നത്. And you have already understood ആരെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. It's none other than Shine Dog Chaco. എവിടെ പോയോ? ഇൻവൈറ്റ് ചെയ്ത മോമെന്റിൽ തന്നെ ഒരു ക്രേസിനെസ് കണ്ടുപിടിക്കാണല്ലോ. എല്ലാവരും ചിരിപ്പിച്ചിരിക്കുകയാണ്. ഷൈൻ ചേട്ടാ കേൾക്കുന്നുണ്ടെങ്കിൽ we are waiting for you here on the stage. ഇല്ല അല്ലേ? Okay. All right. നമ്മൾ വെയിറ്റ് ചെയ്യണോ? Shall we move ahead? ഇപ്പോൾ വരും. Okay, so moving on. It's time for me to welcome yet another star associated in the film. ഒരുപാട് സിനിമകളിലൂടെ നമ്മൾ വിസ്മയിപ്പിച്ചിട്ടുള്ള ഒരു താരം തന്നെയാണ്. Ladies and gentlemen, it's now time for me to welcome the wonderful actor Bobby Durian. വിളിക്കുന്ന ആരും ഇവിടെ ഇല്ലല്ലോ. കോമ്പറ്റീഷൻ ആയിട്ട് രണ്ടുപേരും ഇവിടെ പോയിരിക്കുകയാണല്ലേ? ഓക്കെ, ഇഫ് ഐ കൻ ഹാവ് എ ലുക്ക് അറൗണ്ട് കാണുന്നവരെ ഈ സ്റ്റേജിലേക്ക് വിളിക്കാം. ഓക്കെ, ഐ തിങ്ക് ഏറ്റവും ലവ്ലി ആയിട്ടുള്ള ഒരു മൊമെന്റിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഐ വാസ് കീപ്പിംഗ് ഇറ്റ് ഫോർ ദ ലാസ്റ്റ്. പക്ഷെ ഇപ്പോ രണ്ടുപേര് വിളിച്ച സ്റ്റേജിലേക്ക് ഒരു എംപ്റ്റിനെസ് മാറ്റാനായിട്ട് ഐ തിങ്ക് ദിസ് ഇസ് ദ പെർഫെക്റ്റ് ടൈം ടു വെൽക്കം ദാറ്റ് വൺ പേഴ്സൺ ഓൺ ദ സ്റ്റേജ്. നേരത്തെ ജസ്റ്റ് നമ്മൾ സൂചിപ്പിച്ചിരുന്നു 2017 സൺഡേ ഹോളിഡേ സിനിമ റിലീസ് ചെയ്തപ്പോൾ ആ സിനിമയിലെ പാട്ടുകൾ ഉൾപ്പെടെ ഒരുപാട് എലിമെന്റ്സ് നമ്മൾ എല്ലാവരും എൻജോയ് ചെയ്യും. അതിൽ ഒരുപാട് ഫേവറേറ്റ് സീൻസ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഒറ്റ സെക്കൻഡിൽ ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് അമ്മയുടെ തേച്ചിട്ട് പോയ ആള് വീട്ടിൽ പഠിക്കുമ്പോൾ നമ്മുടെ ആസ്വദിക്കത്തിനില്ല നമ്മളെ തിരിഞ്ഞു നോക്കുന്ന ഒരു ലുക്ക് തന്നെയാണല്ലേ. എപ്പോഴും മ്യൂസിയയുടെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന വിഷ്വലും അത് തന്നെയാണ്. ആ സിനിമയോട് കൂടി ചെറുതായിട്ട് തേപ്പുകാരി എന്നൊരു ടൈറ്റിൽ ലഭിച്ചെങ്കിലും പിന്നീട് അങ്ങോട്ട് ഒരുപാട് സിനിമകളിലൂടെ അസാധ്യ പെർഫോമൻസ് കാഴ്ചവെച്ച് പ്രോമിസിംഗ് ആക്ട്രസ് ഇൻ ദി ഫിലിം ഇൻഡസ്ട്രി എന്നൊരു ടൈറ്റിലേക്ക് വളർന്ന the wonderful actress. Ladies and gentlemen, put your hands together for Shruti Ramachandran. നല്ലൊരു കൈ നൽകി തന്നെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മൾ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വളരെ മുന്നേ തന്നെ വന്ന് വെയിറ്റ് ചെയ്യുന്ന ഒരാളാണല്ലേ? യെസ്. So now I can see there your partner is already recording the video, and that will be a very sweet moment for you to celebrate as well. അപ്പോൾ മലയാളികൾ എല്ലാവരും കാത്തിരിക്കുകയാണ് ഈ ഒരു കോംബോ വീണ്ടും തിയേറ്ററിൽ കാണാനായിട്ട്. നേരത്തെ ഞാൻ പറഞ്ഞ സൈക്കിൾ യൂസ് പറഞ്ഞിട്ട് ഈ തീർത്തുകാരി എന്ന ടൈറ്റില് മാറും. എന്താണ് ഇത് പ്രതീക്ഷിക്കുന്നത്? How are you feeling about this combo being back together?
February title but I think this movie is a lot more special കാരണം ഇപ്പോൾ you said February in the title അത് മാറ്റിയ one of the people was I think Shamsu with Kane, Shamsuddin and Manu. There's one more person, Ahmed, who's in the audience with Madhuram. So our end cinema, I think February in the title മാറ്റിയത്. So I think this film is a lot more special because of that. It's my second outing with Giselle and Asif. And my third with Shamsu, with Kane, Eyes and Got Him Well. I'm very excited and yeah, I'm looking forward to it. നമ്മളാണ് കൂടുതൽ എക്സൈറ്റഡ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആസിഫ് അലി ശ്രുതി ആ ഒരു കോമ്പിനേഷൻ കാണാനായിട്ട് നമ്മൾ കൂടുതൽ എക്സൈറ്റഡ് ആണ്. ബിക്കോസ് അന്ന സിനിമയിൽ കോമ്പോസിറ്റ്സ് അധികം ഇല്ലെങ്കിലും നമ്മൾ എൻജോയ് ചെയ്തതാണ് ഇതിന്റെ ഒരു കെമിസ്ട്രി, the way you have it together in that film. And now let us eagerly look forward to the release of the film. Aarti, congratulations. Thank you. Yes. Can we have a big round of applause once again, everybody, to the very lovely, the wonderful actor, Shruti Ramachandran. Okay, so now, നമ്മൾ നേരത്തെ ചുരുമിച്ച സ്റ്റാർ ഇവിടെ എത്തിയിട്ടുണ്ട്. The way I introduced him was ഈ ഒരു ഗ്യാതറിംഗിൽ കൂടുതൽ ക്രേസിനെസ് കൊണ്ടുവരാനായിട്ട് ഏറ്റവും കേപ്പബിൾ ആയിട്ടുള്ള വ്യക്തി എന്നാണ്. അത് ഓൾറെഡി അദ്ദേഹത്തെ വിളിച്ചപ്പോ ആ ഒരു മൊമെന്റിൽ തന്നെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. And now to bring in more crazy elements to our celebration, ladies and gentlemen, are you ready to welcome Shine Top Chabu? നല്ലൊരു കാര്യം നൽകുന്നവരുണ്ട്. വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Hi. Haji, welcome. Thank you so much. എന്താണ് ഷൈൻ ടോപ്പ് ചേട്ടൻ ഇപ്പോൾ നമ്മളോട് എല്ലാവരോടും പറയാനുള്ളത്? ടൈറ്റിൽ അസാധ്യമായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് അല്ലേ? നമ്മൾ തിരുവനന്തപുരം ബെൽറ്റ്, കൊച്ചി ബെൽറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. കോട്ടയം ബെൽറ്റ് അല്ലേ? ബെൽറ്റ് ഇട്ടില്ല. ഇപ്പൊ ബെൽറ്റ് ഇടാതാണ് ഫാഷൻ. ഇവിടെ ബെൽറ്റ് ഉള്ളതുകൊണ്ടാണോ ബെൽറ്റ് ഇടാതെ വന്നത്? അല്ലല്ല, ഞാൻ ഇപ്പോഴാണ് ടൈറ്റില് അറിയുന്നത് അല്ലേ? നല്ല ലോഞ്ച് ചെയ്തുള്ളൂ, മുന്നറിയില്ല. എന്ത് പറയണം എന്ന് ആലോചിക്കുകയാണെങ്കിൽ സിനിമയെ കുറിച്ചാണ്. അസിഫിന്റെ കൂടെ ഞാൻ ആദ്യം ചെയ്യുന്ന പടം ട്രാഫിക്, അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. രാജ് പിള്ളയുടെ കൂടെ ആ വണ്ടിയിലുള്ള രംഗങ്ങളും പരിപാടികളൊക്കെ. പിന്നെ അഭിനയിക്കുന്നത് പകിട. അതിനുശേഷം ഇല്ല അടിപൂസ് അടിയോട് അടി ഇപ്പുറം ഉണ്ടെന്ന് ഇത് മൂന്നാം പുസ്തകം അല്ലേ? പകരമുണ്ട് അടിക്കോസ്. യൂഷ്വലി ഞാനാണ് തിരിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടത്. ഇതിപ്പോ തിരിച്ച് ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണല്ലേ? അതുകൊണ്ടല്ല, ശീലം. എന്നാൽ മേ ബി ഒരു ചാൻസ് ഞാൻ വേറെ ആർക്കെങ്കിലും തരട്ടെ? ജസ്റ്റ് എന്നെ തരട്ടെ? ഇല്ല, ചാൻസ് ഏറ്റെടുക്കുന്നില്ല. ഡോക്ടർ റോണിക്ക് വേണമെങ്കിൽ എടുക്കാം. റോണി ചികിത്സിക്കുന്ന ഡോക്ടറായതുകൊണ്ട് പറയല്ല. മുണ്ടയുടെ സെറ്റിൽ വെച്ചിട്ട് തിരിച്ച് നമുക്കൊരു ഗുളി കൊടുത്തു വയ്ക്കരുത്. വായിലിട്ടു ഇതൊന്നും ചുമ്മിക്കാന്ന് പറയാതെ ഗുളിക്കല്ലേ? അസീന ഓർമ്മയില്ലേ? ഡോക്ടർ വെച്ചിട്ട് കിട്ടണ നമുക്ക് ഗുളിക കഴിച്ചിട്ട് കാര്യങ്ങൾ ഓർമ്മയുണ്ട്. അസീൻ അത് മുൻപ് ഡോക്ടറല്ല, വക്കീലാണ്. വക്കീലിനോടും ഡോക്ടറോട് എന്താ പറയരുത്? സത്യം പറയും. സത്യം പറഞ്ഞോളൂ. എന്റെ ഒരു റെസ്പോൺസിബിലിറ്റി കുറച്ചിരിക്കുകയാണ്. ഇനി എല്ലാം സ്വയം ഏറ്റെടുത്തോളൂ ഞാൻ പറഞ്ഞുകൊണ്ട് ഷൈനോട് ചേട്ടനോട് എന്താണ് ചോദിക്കാറുള്ളത്? പേടിപ്പിക്കാറല്ലേ? അസോസിയേഷൻ ആയിരുന്നു. ഡോക്ടർ കാര്യം അറിയായിരുന്നു? എനിക്കറിയില്ലേ? അറിയില്ലായിരുന്നു. അങ്ങോട്ട് നോക്കൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്? ഞാനിവിടെ സ്റ്റേജിൽ താഴെ ഇരിക്കുമ്പോൾ കണ്ടു. ഡോക്ടർ നിങ്ങളുടെ കുട്ടിയുടെ ഡാഡിയുടെ ഡോക്ടർ മെഡിക്കൽ ഡോക്ടറാണ്. ഏതാണ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്?
ഞാനിപ്പോ ആയുർവേദ ഡോക്ടറാണ് ഓൾറെഡി, പക്ഷെ ഇപ്പൊ MBBS പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയുർവേദ ഡോക്ടറാണ് ഓൾറെഡി, സ്വിച്ച് ചെയ്തിട്ട് ഇപ്പൊ MBBSലേക്ക് കയറിയിട്ട് MBBS പഠിച്ചുകൊണ്ടിരിക്കുന്നു. കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അതിനിടയ്ക്ക് അലോപ്പതിയിലോട്ട് മാറി. ഇംഗ്ലീഷ് മരുന്നല്ലേ? അതെന്താ അതിനാ ഡിമാൻഡ് കൂടുതലല്ലേ? എനിക്ക് ഇഷ്ടമാണെങ്കിൽ പഠിച്ചോട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. സീനിയർ ഡോക്ടറാണ് പുള്ളി, പുറത്തല്ലേ? അല്ലടാ, പുറത്തെന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി അല്ലേ? ചെറുതായിട്ട് ടോപ്പിക്കിൽ നിന്ന് വഴി മാറി പോകുന്ന ഒരു സംശയം. അല്ല, നമ്മള് ഈ കഥ നമുക്ക് കോട്ടയം ബെൽറ്റിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതങ്ങനെ പറഞ്ഞു. തിരുവനന്തപുരം ബെൽറ്റിന് ശേഷം കൊച്ചി ബെൽറ്റിന് ശേഷം കോട്ടയം നമുക്ക് കഥ പറയാൻ പറ്റില്ല. അപ്പൊ പിന്നെന്താ പറയാ? ഈ പടം കമ്മിറ്റി രണ്ടൊരു കാരണം പറയും. കാരണം പടം ചെയ്യാനാണ് വന്നതെന്നുള്ളത്. പിന്നെ ഇതിന് മുന്നേ ഒരു സബ്ജക്റ്റ് ആയിട്ട് നമ്മള് എവിടെയൊന്നും ഓർമ്മയില്ല, പടയുടെ ലൊക്കേഷനിൽ വന്നിരുന്നു. അന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അതിന് മുന്നേ അസിസ്റ്റന്റ് ഡയറക്ടർ സമയത്ത് നമ്മുടെ ഇവര് മൂന്നുപേരും കൂടി പരസ്യങ്ങൾ ഒഴിച്ച് ചെയ്യുന്ന സമയമുണ്ടായിരുന്നു. ദിനേശനും സിജേട്ടനും യശും കൂടിയുള്ള സമയത്ത് ഈ പരസ്യം ചെയ്യുന്നത് ചെയ്യുന്നുണ്ട് പരസ്യം. അത് കഴിഞ്ഞ് പടം ചെയ്യാൻ തുടങ്ങി. നീ അറിഞ്ഞില്ലേ മെന്റലിസ്റ്റിന് ആദ്യം ഷോ ചെയ്ത് ഇൻസോമിനിയ നീ അറിഞ്ഞില്ലേ? മെന്റലിസ്റ്റും കൂടിയാണ് അല്ലേ? മെന്റലിസ്റ്റിന്റെ പരിപാടിക്ക് നമ്മൾ പോകാറില്ല. കാരണം മെന്റലിസ്റ്റ് സീക്രട്സ് ആണല്ലോ പറയുന്നത് അല്ലേ? നമ്മളെ പറ്റി ഒരു സീക്രട്ട് ഇല്ല കേട്ടോ, അറിയാം. അതുകൊണ്ടാ അതൊരു വലിയ കാര്യമില്ല. നമ്മളെ പറ്റി കുറെ സീക്രട്സ് ഉണ്ടാവുള്ളൂ. ഞാൻ പറയണം വേണ്ട അല്ലേ? ഞാൻ സിംഗിളാണ്, എനിക്ക് പറയാം. അതുകൊണ്ടാ പറയാം സീക്രട്സ് ഒന്നുമില്ല. എന്തെങ്കിലും സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് സ്കോഡിന്റെ ഇല്ലേ? കുറച്ചധികം നേരത്തെ ഗസ്റ്റ് ആയിരുന്നു. എന്തെങ്കിലും പറയും പറയുന്നില്ല. വഴിയുണ്ടാക്കാം, പ്രൊഡ്യൂസർ ചോദിച്ചിട്ട് വഴിയുണ്ടാക്കാം. ഷംസ് ഒരു ഇതിൽ ഒപ്പിച്ച എനിക്ക് നോക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താന്ന് മനസ്സിലായ സഭാകും ഉണ്ടോ? ഇല്ല, എന്നാൽ നമുക്ക് അരങ്ങൊഴിഞ്ഞാലോ? താങ്ക് യു. എല്ലാവരും പടം കാണണം അല്ലേ? താങ്ക് യു. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ക്രേസി മോമെന്റ്സ് എന്ന് ഞാൻ പറഞ്ഞ പോലെ ഇത്രത്തോളം അന്വർത്ഥമാകുന്ന ഞാൻ കരുതില്ല. അതിന് കംപ്ലീറ്റ് ജസ്റ്റിഫൈ ചെയ്യുന്ന മോമെന്റ്സ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. കോട്ടയം ബെൽറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചെങ്കിലും പല വഴിക്ക് പോവുകയാണ്. യെസ്, he succeeded in giving us some of crazy moments here in the gathering. Thank you so much. ഇവിടെ ഡോക്ടർ രണ്ടുപേർക്കും ഒരു big thank you. Yes. Okay, and now moving on. So now, ladies and gentlemen, നേരത്തെ ഷൈൻ ടോം ചേട്ടനോടൊപ്പം തന്നെ വെൽക്കം ചെയ്ത നമ്മുടെ നെക്സ്റ്റ് ആക്ടർ ബോബി കുര്യൻ സർ ഇപ്പോ ഇവിടെ നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട്. യെസ്, there he is. നല്ലൊരു കൈ നൽകി അദ്ദേഹത്തെ നമ്മുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള ആക്ടറാണ്. We have also been fascinated by his acting skills. സുമതി വളവ് പല സിനിമകളിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള മുഖമാണ്. അപ്പോ പുതിയ സിനിമ വിശേഷമാണ് ഇനിയിപ്പോ നമ്മളോട് പറയാനുള്ളത് അല്ലേ? ഗുഡ് ഈവനിങ്. ക്ഷമിക്കണം, എൻ്റെ സൗണ്ട് പോയിരിക്കുകയാണ്. ഞാൻ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരുപാട് സന്തോഷം. ഈ സിനിമയെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ 2-3 പ്രൊജക്റ്റ് തീർത്തിട്ട് ഞാൻ UK-യിലോട്ട് തിരിച്ചു പോകാൻ വേണ്ടി ടിക്കറ്റും ബുക്ക് ചെയ്ത് പറയും ഇരിക്കുന്ന സമയത്താണ് ഞാൻ പോകുന്നതിൻ്റെ ഒരു 3 ദിവസം മുമ്പാണ് എനിക്ക് ജിസിന്റെ കോൾ വരുന്നത്. നമ്മളിങ്ങനെ ഒരു സിനിമ ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞ എന്നത്തേക്ക് തുടങ്ങുന്നത്, നമ്മൾ ഉടനെ തന്നെ തുടങ്ങാൻ പോകുന്നു. ഞാൻ പറഞ്ഞ UK-ക്ക് ഒന്ന് പോയിട്ട് വന്നാലോ? ഇല്ല, സമയമില്ലാതെ. ഞാനൊന്നും ചോദിച്ചില്ല ഇന്നുവരെ. ഈ സിനിമയോ സിനിമയുടെ കഥാപാത്രത്തിനെ കുറിച്ചോ ഒന്നും ഞാൻ ചോദിച്ചില്ല. കാരണം വിളിച്ചിരിക്കുന്ന ജിസ്സാണ്. ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചു, ആരൊക്കെയാണ് അഭിനയിക്കുന്നത്? ആസിഫ് അലി എന്ന് പറഞ്ഞു. ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഞങ്ങള് കണ്ടുകൊണ്ടിട്ടുണ്ട്. ഞങ്ങൾ UK-യിലെ ഒരുപാട് സൗഹൃദങ്ങളുള്ള ഒരാളാണ്. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ആസിഫ്. അതുപോലെ തന്നെ ജിസ് അടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇത്രയും നല്ലൊരു ക്യാരക്ടർ, വളരെ സ്വീറ്റ് ആയിട്ടൊരു പേഴ്സണാലിറ്റി,
പിന്നെ ഇതിൽ അഭിനയിക്കുന്ന ക്യാരക്ടേഴ്സിന്റെ ഒക്കെ പേരുകൾ പറഞ്ഞപ്പോൾ ഞാൻ സിനിമയിൽ അഭിനയിച്ച് തുടങ്ങിക്കഴിഞ്ഞ് ഞാൻ ആഗ്രഹിക്കുന്ന, എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന, കൂടെ അഭിനയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുകൾ ഈ സിനിമയിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങളോടൊപ്പം ഇതിന്റെ ടൈറ്റില് ഇപ്പോഴാണ് ഞാൻ കാണുന്ന ഒരു ഗംഭീര ടൈറ്റിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കോട്ടയം. ഞാൻ ആസിഫിലൂടെ എനിക്കിങ്ങനെ ഒരു വേഷം ഓഫർ ചെയ്ത ജിസിനോടും ഇതിന്റെ തിരുക്കഥാകൃത്തിനോടും ഇതിന്റെ പ്രൊഡ്യൂസേഴ്സിനോടും എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. നാളെ ഞങ്ങൾ തുടങ്ങുകയാണ്. എല്ലാവരും അനുഗ്രഹമാണ്. താങ്ക് യു സോ മച്ച്. Thank you so much, sir, and all the very best. Hearty congratulations as well. എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുകയാണ്. And now, definitely നമ്മൾ ഇവന്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു വാവ് മൊമെന്റ് നൽകിയൊരു കാര്യമാണ് പത്മരാജൻ സാറിന്റെ മകന്റെ സാന്നിധ്യം ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളത്. ആൻഡ് ഓൾസോ നമ്മുടെ പ്രൊഡ്യൂസർ സ്റ്റേജിലേക്ക് വരുന്നില്ല എന്നാണ് പറയുന്നത്. ബട്ട് സ്റ്റിൽ സ്റ്റേജിലേക്ക് ഒന്ന് വന്ന പ്രസൻസ് മാറുകയാണെങ്കിൽ വെരി ഹാപ്പി സർ. നല്ലൊരു കാര്യം നൽകിയ തന്നെ ശ്രീ ആനന്ദ പത്മനാഭൻ സാറിന് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. And I have no words to describe the legacy that Sri Padmarajan sir have given for the Malayalam cinema. അതുകൊണ്ട് തന്നെ ഇതിന്റെ മകന്റെ സാന്നിധ്യം നമുക്ക് അത്രത്തോളം മീനിങ്ഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് തന്നെയാണ് ഗിഫ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ പെടുത്തുണ്ടായിരുന്നു. ഞാന് ഇന്നലെ എനിക്കൊരു ഫോൺ വന്നു. എനിക്ക് വേണ്ടപ്പെട്ടവരാണ് ഇതിന്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും പിന്നെ എന്റെ ബാല്യകാല സുഹൃത്ത് സഞ്ജയ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. എനിക്കത് ആരാണ് അഭിനയിക്കുന്നതെന്ന് പോലും പ്രിയപ്പെട്ട ആസിഫാണെന്ന് ഇവിടെ വരുമ്പോഴാണ് അറിയുന്നത്. ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. ഞാൻ ഒന്നാമത് സിനിമാ വേദികളിൽ നിന്നും അങ്ങനെ വരുന്ന ഒരാളല്ല. എന്റെ അച്ഛൻ മരിക്കുന്നതിന് 2 ആഴ്ച മുമ്പ് പറഞ്ഞ നീ ഒരിക്കലും സിനിമ ഉപജീവനമാക്കരുത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടുന്ന് മാറി നിൽക്കുന്നത്. പക്ഷെ എല്ലാവരുമായിട്ടും സൗഹൃദമുണ്ട്. സാറൊക്കെ ഇത്ര കാര്യമായിട്ട് പറയുന്നിട്ട് എനിക്ക് വലിയ അതിശയമായി പോയി. ഇതിപ്പം ഇവിടെ വന്നില്ലായിരുന്നെങ്കിലും എന്റെ മനസ്സുകൊണ്ട് ഞാൻ ജിസുമായിട്ട് നിരന്തരം സമ്പർക്കമുള്ള ആളാണ്. നിരന്തരം ഫോണിൽ വിളിക്കുകയും അതൊക്കെ എപ്പോഴും അച്ഛനോടുള്ള ഇഷ്ടം പറയുന്ന ആളാണ്. സഞ്ജയ് പിന്നെ സ്കൂഡാസുമായി 5 വയസ്സ് 6 വയസ്സ് തൊട്ട് ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെയും ഇത് വിജയിക്കണം എന്നുള്ള പ്രാർത്ഥന എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. ഞാൻ എന്റെ ഏറ്റവും വലിയ പ്രാർത്ഥനകളിൽ ഇതിന്റെ വിജയം ഞാൻ ആശംസിക്കുന്നു. നന്ദി. ഗംഭീരമായി തന്നെ ഓരോ സിനിമയിലും നമുക്ക് സമ്മാനിച്ച വണ്ടർഫുൾ ആക്ടറാണ് ഹാജി. വെൽക്കം സർ. യെസ്, എന്താണ് സാറിന് നമ്മളോട് പറയാനുള്ളത് സിനിമയെ കുറിച്ച്? ഞാൻ എന്റെ കുടുംബത്തിലെത്തിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും നിങ്ങൾക്ക് അന്യരായിരിക്കാം, പക്ഷെ എനിക്ക് അന്യരല്ല. അത് ചിദംബരമായാലും അപ്പുറത്തിരിക്കുന്ന സഞ്ജയ് ആയാലും ജിസ്റ്റോയായാലും ഷൈൻ ടോക്കായാലും അവരുടെ കൈപൊക്കി കാണിച്ചിട്ടാണ് പറഞ്ഞത്. എന്റെ വഴിയിലൂടെ പറയണം, ഞാൻ ആ കുടുംബാംഗമാണ്. അതിൽ അഭിമാനം കൊള്ളുന്നതാണ്. നമ്മുടെ ഒരു കമ്മ്യൂൺ എന്ന് പറയുന്നത് ഒരു സിനിമ കഴിഞ്ഞിട്ട് ബ്രേക്ക് ചെയ്ത് പോകുന്നതല്ല. ഇവിടെയൊക്കെ മനുഷ്യന്റെ ബന്ധങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നതാണ്. ഓരോ ലൊക്കേഷനും ഓരോ മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങൾ. എനിക്ക് ജിസിന്റെ സൺഡേ ഹോളിഡേസ് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ആസിഫായിട്ട് ആ സിനിമയിൽ അഭിനയിക്കുന്നത്. ഞാൻ ആസിഫിന്റെ അച്ഛനായിട്ടാണ് അഭിനയിക്കുന്നത്. അടുത്ത പടം കുഞ്ചാക്കോ ബോബനാണ് നായകൻ. അവിടെ ഞാൻ അച്ഛനാണ്. 2 ലൊക്കേഷൻ, ഒരു വീട്, 2 സിനിമ, എത്രയോ കാലങ്ങൾക്ക് ശേഷം. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താണ് ഈ വീടുമായിട്ട് എനിക്കുള്ള ബന്ധം. ഈ മനുഷ്യനുമായിട്ടുള്ള ജിസ് എന്ന് പറയുന്ന സംവിധായകനുമായിട്ടും ഈ നടന്മാരുമായിട്ടും എനിക്ക് എന്താണ് റിലേഷൻ. അതൊന്നും നമുക്കങ്ങനെ ഒരു ഗ്രാമർ വെച്ച് പറയാൻ പറ്റുന്ന ഹാപ്പനിങ് സംഭവിച്ചു. എന്റെ മകനായിട്ട് ആസിഫ് അഭിനയിച്ചു. എനിക്ക് പറക്കാതെ പോയ മകനായിട്ട്
അങ്ങനെ ഒരുപാട് മക്കളുണ്ടാകാനുള്ള കഥാപാത്രങ്ങൾ തന്ന തിരക്കഥാകൃത്തുക്കൾ ഉണ്ടായി. അത് തന്നെയാണ് ഒരു നടനുള്ള ജീവിതത്തിലെ ഏറ്റവും കിട്ടുന്ന ഭാഗ്യം. പിറക്കാതെ പോകുന്ന മക്കളെ തരുന്നതാണ് തിരക്കഥാകൃത്തുക്കളും സംവിധായകരും. പക്ഷെ അവരാരും നമ്മൾ വിട്ടുപോകുന്നില്ല. ആസിഫ്, ഞാൻ അവസാനം അഭിനയിച്ച സിനിമ രാജീരവിയുടെ അവസാനമാണെന്ന് അറിഞ്ഞൂടാ, പുള്ളി എന്നെ നിർത്തോന്ന് അറിഞ്ഞൂടാ. ഞങ്ങള് രാജസ്ഥാനില് ഷൂട്ട് നടക്കുക. ആസിഫിനെ ഞാൻ പറ്റിച്ചു. കുറ്റവും ശിക്ഷയും എന്താ നിങ്ങൾക്ക് മാത്രമാണോ കുറ്റമുള്ളത്? ശിക്ഷ വിധിക്കാനോ എനിക്കറിയാം, ഉണ്ടായിരുന്നല്ലോ തെറ്റി. അപ്പോ ഈ മനുഷ്യര് ജയ്പൂരിൽ നിന്ന് യാത്ര ചെയ്ത് പോവുകയാണ്. ഞാൻ അതിനു മുമ്പ് ദയ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. രാജസ്ഥാൻ ഞാൻ കണ്ടിട്ടുണ്ട്, ജയ്സാൽമർ കണ്ടിട്ടുണ്ട്. ഇന്ത്യയിലെയും ഭാരതത്തിന്റെയും അതിർത്തിയിൽ നിന്ന് അഭിനയിച്ച് തുടങ്ങിയവനാണ് ഞാൻ. ഞാനൊരു പട്ടാള വേഷം കെട്ടിയിട്ടില്ല, ഞാൻ പോലീസ് വേഷം മാത്രമേ കെട്ടിയിട്ടുള്ളൂ. അപ്പൊ ഒരു പോലീസ് വേഷം കെട്ടാൻ വന്നവരാ ആസിഫും സംഘവും. ഇവരെ ഞാൻ ഒരുപാട് ജയ്പൂർ ഭാഗം കഴിഞ്ഞിട്ട് ഒരു മണ്ണാറ്റിനത്തിൽ കൂടെ പിന്നെ കൊണ്ട് യാത്ര ചെയ്യാണ്. എന്നിട്ട് ഞാൻ എന്റെ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്കറിയാവുന്ന എന്റെ ഭാവനയിൽ തോന്നിയ കുറെ കഥകൾ ആസിഫ് വിശ്വസിച്ചു, കൂടെ വന്ന സുഹൃത്തുക്കളൊക്കെ വിശ്വസിച്ചു. അപ്പോഴാണ് രാജീവിന്റെ കോഴി വരുന്നത്. കോഴിയുടെ കോഴിയാണ് തിരിച്ചു അതിങ്ങനെ കഥകളൊക്കെ പറഞ്ഞിങ്ങനെ നിങ്ങളെ കൊണ്ട് സഞ്ചരിപ്പിച്ചു. ഈ കഥ പറയാൻ എനിക്ക് നല്ല മിടുക്കുണ്ട്, പക്ഷെ എനിക്ക് സംവിധാനം ചെയ്യാനുള്ള മിടുക്കില്ല. അഭിനയിക്കാൻ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ജിസ് മോൻ ജോയ് എന്ന് പറയുന്ന സംവിധായകൻ എന്നെ അഭിനയിക്കാൻ വിളിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ജിസ് മോൻ ജോയ് തൊട്ടടുത്തിരിക്കുന്നത് എന്റെ മകനെ തേച്ചോണ്ട് പോയ നായികയാണ്. സന്തോഷം, എല്ലാരെയും ഒരുമിച്ച് കാണാൻ പറ്റിയതിലും ഇങ്ങനെ തേക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇന്ന് ഈ വേഷം കെട്ടത് ഞാനൊരു ചുമ്പ ഉണ്ടാവുന്നത്. പക്ഷെ എനിക്ക് തോന്നി എന്നെ കളവനാക്കി കളയാൻ വേണ്ടി കടപ്പിരോഗിയൊക്കെ കാണാൻ വേണ്ടി ഒരു ശ്രമം നടക്കുന്നുണ്ട്. എന്നാ പിന്നെ ടീഷർട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ടീഷർട്ടാണ്. സത്യസന്ധമായിട്ട് ഞാൻ പറയാണ്, ഈ ടീഷർട്ട് ഞാൻ അവിടെ ഒട്ടും പൈസ പോയി തിരിച്ചു. താങ്ക് യു സോ മച്ച്. ഈ സമയത്ത് എല്ലാവരുടെ പ്രാർത്ഥനയെ ആശംസിക്കുന്നു. Thank you so much, sir. Swagatham Cheynu, and also let me avail this opportunity to welcome the wonderful actor, director, and filmmaker, none other than Shri Srikanth Puri, sir. Snehapurvam Vedilekku Swagatham Cheynu. Now we will be listening to the wishes, the words coming from these refined actors in the Malayalam film industry. Miss Angelina Nikamle. Yes. ശ്രീകാന്ത് സാറിന്റെ സാന്നിധ്യം കൂടെ സ്റ്റേജില് നമ്മൾ ആഗ്രഹിക്കുകയാണ് ഈ ഒരു നിമിഷത്തിൽ. എന്നോ ആദ്യം സംസാരിച്ചു തുടങ്ങും. Who will be talking first? Okay. വലിയ സന്തോഷം. എല്ലാവരും ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. ആസിഫിന്റെ കൂടെ 7ാമത്തെ സിനിമ, ജിസിന്റെ കൂടെ 5ാമത്തെ സിനിമ. പക്ഷെ ജിസുമായിട്ട് 20-21 വർഷമായിട്ടുള്ള അടുത്ത ബന്ധമുണ്ട്. ഓരോ സിനിമയും ചലഞ്ചാണ്. കുറച്ച് പറഞ്ഞതുപോലെ ഫീൽ ഗുഡിന്റെ ആള് മാറ്റിപ്പിടിക്കുമ്പോൾ ഉദ്യോഗം കൂടും. ഇനി സിനിമ സംസാരിക്കട്ടെ. സന്തോഷം. Good evening, everybody. Extremely happy to be part of this project. Thank you, Jis Joy sir and everybody involved. Aishwati, how's it going? Dr. Rani, everybody, Asif, congratulations. Thank you for inviting me to be part of this movie. Happy New Year. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എനിക്ക് തോന്നുന്നു ആസിഫിന്റെയും ജെസിന്റെയും രണ്ടുപേരുടെയും സിനിമകളിൽ ഇന്റർവ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ് ഈ സിനിമ പ്രൊമോഷൻ സ്പേസുകളിൽ. അപ്പോൾ
അവര് ഒന്നിക്കുന്ന മറ്റൊരു സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷം. താങ്ക് യു മാൻ, താങ്ക് യു ജിസ്, താങ്ക് യു. The pleasure is all ours. I must correct that and say, all the very best. Congratulations. And let me now very quickly welcome yet another special person for everybody here inside the hall. Sister sir, welcome stage ഏറ്റവും അവസാനം ഏറ്റവും അധികം സന്തോഷത്തോടു കൂടി തന്നെ മെൻഷൻ ചെയ്തൊരു പേരാണ് ഡോക്ടർ സജീവ്. അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇനി നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. നല്ലൊരു കാര്യം നൽകി തന്നെ ഡോക്ടർ സജീവ് സാറിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. റൈസ് അപ്പ് എന്നൊരു ടൈറ്റിലോട് കൂടിയായിരിക്കും ഇതിന്റെ പേര് നമ്മൾ കൂടുതൽ ഓർത്തിരിക്കുന്നത്. സോ താങ്ക് യു സോ മച്ച് സർ ഫോർ കമ്മിങ് ഓവർ ആൻഡ് താങ്ക് യു. ഞാൻ ചിലപ്പോൾ ഔട്ട് ഓഫ് പ്ലേസ് ആയിരിക്കും എങ്കിൽ പോലും ഇത്ര ഒരു വേദിയിലേക്ക് ക്ഷണിച്ച ജിസ് അതേപോലെ ഷംസു എല്ലാവരെയും ഞാൻ താങ്ക് ചെയ്യുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ പ്രോജക്റ്റ് വലിയ വിജയമാവട്ടെ. ജിസ് ജോയ് എനിക്ക് വളരെ ക്ലോസ് ആണ്, ഷംസുനിൻ വളരെ ക്ലോസ് ആണ്, വേണു വളരെ ക്ലോസ് ആണ്. സോ വി ആർ ഓൾ ഗുഡ് ഫ്രണ്ട്സ്. സോ വിഷ് ദി എൻ്റയർ ക്രൂ ഫാന്റാസ്റ്റിക് മൂവി. എല്ലാവരും നോക്കിയിരിക്കുന്ന ഒരു മൂവിയാണ്. താങ്ക് യു സോ മച്ച്. Thank you so much sir for coming here and marking your valuable words. And now moving to yet another wonderful and talented actress that we have received in recent times in Malayalam film industry. മറ്റാരുമല്ല, ബാലൻ സിനിമ കണ്ട് നമ്മളെല്ലാവരും ഞെട്ടിയിട്ടുണ്ടെങ്കിൽ, കോരി ധരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തൊരു പെർഫോമൻസ് ഉണ്ടെങ്കിൽ ആ സിനിമയുടെ ഒരു സ്ട്രോങ് എലമെന്റ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ undoubtedly that will be the mysterious mother. അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു കഥാപാത്രം അസാധ്യമായി പെർഫോം ചെയ്ത താരം ഫർസാന പാലത്തേക്കൽ എന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുകയാണ്. നിരത്തെ കൈ നൽകി ഏറ്റവും സ്നേഹത്തോടെ ആവശ്യത്തോടു കൂടി തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ജസ്റ്റ് പറഞ്ഞിരുന്ന ഒരു ലുക്ക് മാറി വേറൊരു ലുക്ക്, റിയൽ ലുക്ക് കാണാനായിട്ട് നമുക്ക് ഒരു ചാൻസ് കിട്ടിയിരിക്കുകയാണ്. And I just have one question. അത്രത്തോളം അപ്രീസിയേഷൻസ് ആയിരിക്കും ലഭിക്കുന്നതല്ലേ ആ സിനിമയിലെ സൈലൻസ് ആണെങ്കിലും ഏത് എക്സ്പ്രഷൻ ആണെങ്കിലും യു ഹാവ് ഡെലിവേർഡ് ഇറ്റ് സോ വെൽ. സോ മെച്യൂർഡ് ആക്ടർ വൈബ് തന്നെയാണ് നമുക്ക് എല്ലാ സീനിലും കിട്ടുന്നത്. ആൻഡ് യു ആർ വൺ ഓഫ് ദി സ്ട്രോങ് പോയിന്റ്സ് ഓഫ് ദി ഫിലിം. സോ ഹൗ ഈസ് യുവർ ലൈഫ് നൗ ആഫ്റ്റർ ബാലൻ? Thank you so much. Life hasn't changed as much. Everything is just the same except for the fact that I'm invited to events like these. I'm very happy to be here. Thank you, sir, for having me here. It's a very special moment and I'm happy to share it with team Kottayam Belt. All the very best to the entire team, to the producers, to the cast and crew, Asif Ali, Just Joy, the rest of the cast and crew. Happy journey and I think I'll see you all at the cinemas. All the best. We also wish to see you soon in cinemas and let your journey be also be very lovely, very wonderful. Thank you so much. ഇന്നോടെ സാന്നിധ്യം രേഖപ്പെടുത്തുന്ന ഒരിക്കൽ കൂടി ഫർസാനയ്ക്ക് എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. സോ ബാലൻ സിനിമയിലേക്ക് തന്നെയാണ് ഇനിയും മുന്നിൽ പോകുന്നത്. We have yet another wonderful actress. ഒരു കോൺസ്റ്റബിൾ എന്നൊരു ക്യാരക്ടർ എത്രത്തോളം നമ്മുടെ മനസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ഹർ പ്യുവർ ടാലന്റ്. പക്ഷേ ആ താരത്തെ ഞാനല്ല സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനായിട്ട് ജസ്റ്റ് ജോയ് സാറിനെ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. He have got something special to say, I think, the moment. ഒന്നുമില്ല, ഈ സിനിമയിൽ വളരെ നിർണായകമായ ഒരു ക്യാരക്ടറാണ് ചെയ്തിച്ചതും. അപ്പോ ഞാനിങ്ങനെ ഗണുവിനോട് ചോദിക്കുന്നു, ഗണു ഒത്തിരി പേര് ഓഡീഷൻ ചെയ്തല്ലോ ബാലിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പെർഫോമൻസ് ആവശ്യമുണ്ട്, അപ്പൊ അതിനെ പറ്റി ആരെങ്കിലും സജസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോ ഗണു പറഞ്ഞു അങ്ങനെ പ്രത്യേകിച്ച് ഈ ക്യാരക്ടറിനെ പറ്റി ആരെയും പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഒരാളെ അയച്ചു തരാം, ചില പടം കണ്ടതല്ലേ, അതിലെ പോലീസ് ക്യാരക്ടർ ചെയ്ത സാൻഡ്രയെ ഒന്ന് പരീക്ഷ വന്നു. സാൻഡ്രയെ വിളിച്ചു, സാൻഡ്ര ഓഡീഷൻ വന്നു. ഓഡീഷൻ കണ്ട് ഞങ്ങൾ എല്ലാവരും ഞെട്ടി. അത്രയും മനോഹരമായിട്ട് പെട്ടെന്ന് ഡയലോഗ്സ് ബൈഹാർട്ട് ചെയ്തു. അങ്ങനെ ഒരുപാട് സ്നേഹത്തോടുകൂടി ബാലൻ എന്ന വലിയ ഹിറ്റിന് ശേഷം സാൻഡ്രയെ ഞങ്ങളുടെ സിനിമയിലേക്ക് സ്വാഗതം ചെയ്യണം. സാൻഡ്രയ്ക്ക് സ്റ്റേജിലേക്ക് വരാം കേട്ടോ. സ്വാഗതം ചെയ്യാം സാന്ദ്ര ചന്ദ്രൻ. പക്ഷെ നമ്മൾ കൂടുതൽ അറിയുന്നത് കോൺസ്റ്റബിൾ സിസ്ലി ആയിട്ടായിരിക്കും. വെൽക്കം. I know you'll be very excited and we are curious to get to know what you have to tell us right at this moment. എല്ലാവർക്കും നമസ്കാരം. ഇതിന്റെ സെക്കൻഡ് മൂവിയാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഗ്രേറ്റ്ഫുൾ ആണ്. ആസിഫിക്ക, സർ, ഈ കോമ്പോയെ പറ്റി ഞാൻ ഇനി സംസാരിക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. പിന്നെ ടൈറ്റിലിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ട്. ആ മ്യൂസിക് ആണെങ്കിലും
എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഭയങ്കര എല്ലാവരും പറഞ്ഞ പോലെ ഞാനും ഭയങ്കര നെർവസ് ആണ്. നാളെ ഷൂട്ട് തുടങ്ങുകയാണ്. സോ എല്ലാവരുടെ ബ്ലെസ്സിങ്സ് വേണം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഇനിയുള്ള ജേർണി ഏറ്റവും സക്സസ്ഫുൾ ആകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആൻഡ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മുടെ ഒരു സെലിബ്രേഷന്റെ ഒരു ഗെറ്റ് ടുഗദറിന്റെ അവസാനത്തെ നിമിഷങ്ങളിലേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. 10 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഒരു സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് നൗ അപ്പ് നെക്സ്റ്റ് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു താരത്തെ തന്നെയാണ് ഇനി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് ഒരു പെർഫെക്ഷൻ മാർക്ക് ചെയ്യുന്നത് ജസ്റ്റ് ജോയ് സാറ് സ്റ്റേജിൽ തന്നെയുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസൻസോട് കൂടി തന്നെ ഒരു വ്യക്തിയെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. I am his fan and everybody here in Sandhavon will be his fan. Mentalist എന്ന് പറയുന്നതിലുപരി ഒരു wonderful human being എന്ന ടൈറ്റിൽ സ്വന്തമാക്കിയിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ആദി. പക്ഷേ നമ്മുടെ എല്ലാവരുടെയും ലൈഫ് കോച്ചാണ്. ഓരോ ഷോയിലും മെന്റലിസം കാണിക്കുന്നതോട് കൂടെ തന്നെ ലൈഫിനെ കുറിച്ചുള്ള ഇൻസൈറ്റ്സ് പറഞ്ഞ് നമ്മളെ കൂടുതൽ മനോഹരമായി ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു കോച്ച് തന്നെയാണ്. രണ്ടുപേരും പാർട്ട്ണർ ഇൻ ക്രൈം, രണ്ടുപേരും ഒരുമിച്ച് സ്റ്റേജിൽ നിൽക്കുമ്പോൾ എനിക്ക് ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളത്, കോട്ടയം കളിച്ച് ഓൾറെഡി ഫീൽ ഗുഡ് സിനിമയല്ലാന്ന് നമ്മൾ പറഞ്ഞല്ലേ, ഒരു ത്രില്ലർ സ്വഭാവമാണെന്ന് നമ്മളൊക്കെ ഊഹിക്കുകയാണ്. സിനിമയുടെ കഥ അറിഞ്ഞിരുന്നോ? മെന്റലിസ്റ്റ് ആയതുകൊണ്ട് ഇനി അറിയേണ്ട കാര്യം ഉണ്ടാവില്ല, മനസ്സൊക്കെ വായിച്ചാൽ മതിയല്ലേ. പറഞ്ഞിരുന്നോ? മൈക്കില് ഹലോ, മീഡിയ എല്ലാം ഉണ്ടല്ലോ. ഞാൻ 19-ാം തീയതി വരുന്ന 19-ാം തീയതി JT പാക്കിന് ഷോ ഉള്ളതുകൊണ്ട്, 2 ഷോ ഉള്ളതുകൊണ്ട് ഞാൻ കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നു. അതാണ് ജസ്റ്റ് വിളിച്ച് പറയുന്നത് മൂവിയുടെ ടൈറ്റിൽ. എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടിയല്ലോ. ഈ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നതാണ്. ഈ കൂട്ടത്തിൽ ഞാൻ എന്തിനാണ് സ്റ്റേജിൽ കയറി അറിയില്ല. പക്ഷെ റൂം നിറയെ പ്രിയപ്പെട്ട ആളോട് ഭയങ്കര സന്തോഷം, ഭയങ്കര പ്രൗഡ്. തലവൻ നേരത്തെ കൂട്ടുകാരാണെങ്കിലും തലവൻ കഴിഞ്ഞു നിൽക്കുന്ന അതിന് ശേഷമാണ് നമ്മുടെ ഈ ഒരുമിച്ചുള്ള ജേർണി തുടങ്ങിയത്. അപ്പോ അതുകൊണ്ട് ഈ മൂവിയുടെ കഥ ആലോചിക്കുന്ന സമയം തൊട്ട് അല്ലെങ്കിൽ കഥ കേട്ട് തുടങ്ങുന്ന സമയം തൊട്ട് ഓരോ അപ്ഡേറ്റും രാവിലെ ഉച്ചക്ക് വൈകുന്നേരം പോലെ അറിയാം. നമ്മുടെ കുറച്ച് മൂവീസ് ക്രിയേറ്റീവ് കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഐ നോ സം പാറ്റേൺസ് കുറച്ച് പേരുടെ. ഇത് സുഹൃത്തായതുകൊണ്ട് കൂടെ ഒത്ത് പറയുന്നില്ല, ഹാർഡ് വർക്കിംഗ്. ഇത് 3-3:20 വിളിക്കുമ്പോൾ ഒരു എഴുത്തിലാണെങ്കിലും ഒരു കോംപ്രമൈസ് ചെയ്യാതെ ഇതൊരു ഗംഭീര സംഭവം എന്ന് ഉറപ്പാണ്. ഇത് അത്രയും പൈസ ഉണ്ടാക്കി, അവനും അത്രയും പൈസ ഉണ്ടാക്കിയിട്ട് വേണം അടുത്ത ഷോ ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ. അപ്പൊ എല്ലാ വിഷസും പിന്നെ അതെ. പക്ഷെ അതാണ് റൂം ഫുൾ ഓഫ് ഫേവറേറ്റ് പീപ്പിൾ. നമുക്കിത് ഫാമിലി പോലെ തന്നെയാണ് തോന്നുന്നത്. പിന്നെ എവിടെ ഷൈൻ കാണാം, ഈ സീക്രട്ട് വിളിച്ച് പറയാത്ത മെന്റലിസ്റ്റ് ഷോപ്പ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഒരു ഫീൽ ഗുഡ് സംഭവമാണ്. സച്ച് എ പ്ലഷർ. താങ്ക് യു സോ മച്ച്. Thank you so much, Adi. Yes, room full of favorite people എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് പീപ്പിൾ ആയിട്ടുള്ള ആദ്യമാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. യച്ചനത് മജീഷ്യൻ ആണ് ഇനി നമ്മളോട് സ്റ്റേജിൽ ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. വല്ലപ്പോഴും അങ്ങനെ കിട്ടുള്ളൂ, അതുകൊണ്ട് വിളിക്കുന്നതാണ്. ഗാജമൂർത്തി സാർ ഒന്ന് സ്റ്റേജിൽ വരണം. കേരളത്തിലെ മജീഷ്യൻസ് ആരാധിക്കുന്ന മജീഷ്യൻ. യച്ചനത് മജീഷ്യൻ joining us on stage. നല്ല കൈ നൽകിയിട്ടുണ്ട് രാജമൂർത്തി സാറിനെ നമുക്ക് വൈകിലേക്ക് സ്വാഗതം ചെയ്യാം. നിങ്ങളുടെ പേര് അനൗൺസ് ചെയ്തതിന്റെ ഒരു സർപ്രൈസ് അത് മുഖത്ത് റിഫ്ലക്ട് ചെയ്ത് തന്നെയാണ് സ്റ്റേജിലേക്ക് വരുന്നത്. സോ ഹാപ്പി ടു ഹാവ് യു ഹിയർ സർ. താങ്ക് യു സോ മച്ച്. യെസ്, സാധാരണ ബാക്കിയുള്ള സർപ്രൈസ് ചെയ്യുന്നത് ഞങ്ങളുടെ ജോലിയാണ്. But this actually came as a surprise for me. Absolutely no idea that I was going to share the stage here. See, ജസ്റ്റിന്റെ എനിക്കറിയാം, ഞങ്ങൾ കുറച്ച് കാലമായിട്ടുള്ള പരിചയമേ ഉള്ളൂ എനിക്ക്. പക്ഷേ ആ സമയം തൊട്ട് the kind of seriousness, the way he looks at movies, നമുക്ക് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ മൂവിയുടെ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ, ബാക്കി എനിക്കറിയില്ല. അതേപോലെ തന്നെ ഈ ടൈറ്റിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പലരെയും പോലെ ഇന്നുള്ള വരുമ്പോഴാണ് ഇതിനെ കാണുന്നത്. Amazing one. ഞങ്ങൾ ബാക്കിയൊന്നും പറയാറില്ല, എന്തൊക്കെയോ അത് ഹൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ സംശയമാണ് നമുക്ക്. Thank you so much for having me. All the best. പ്രിയപ്പെട്ട അസ്കർ, പ്ലീസ്. അസ്കറിന് വലിയ കാര്യം സംഭവത്തിന് ശേഷം അസ്കറിന്റെ സ്റ്റേജിൽ ഞാനിപ്പോഴാണ്.
എനിക്ക് ഈ പറഞ്ഞ പോലെ എന്റെ ഫാമിലിയിലെ പ്രോഗ്രാം ആയതുകൊണ്ടാണ് ഞാൻ സ്റ്റേജിൽ കയറിയത്. അപ്പോ ഭയങ്കര സന്തോഷം ജിസേട്ട. കാര്യം ഞാൻ കുറെ വർഷങ്ങളായിട്ട് ഓൾമോസ്റ്റ് ചെറുപ്പം മുതലേ ഇവരുടെ കണ്ടാണ് വളരുന്നത്. ജിസേട്ടൻ എപ്പോഴും ഞങ്ങളുടെ വീട്ടില് എന്നേക്കാൾ കൂടുതലുള്ളതാണ് ഇക്കാടെ കൂടെ. അപ്പോ എനിക്കിതൊരു ഫാമിലി ഫംഗ്ഷൻ ആണ്. സോ ഓൾ ദി ബെസ്റ്റ് ജിസേട്ട. അപ്പോ ഓൾ ദി ബെസ്റ്റ്, എല്ലാം അടിപൊളിയാവട്ടെ. എന്നെ ഇനി ഏതെങ്കിലും പടത്തിൽ വിളിക്കുക. താങ്ക് യു സോ മച്ച്. Thank you so much. വീണ്ടും ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിന്റെ ഒരു സ്പിരിറ്റാണ് നമ്മൾ കേട്ടത്. And now I think we have come almost to the end of drawing a close to our celebrations. പക്ഷെ അതിനുമുന്നേ ഇനി നമ്മളെല്ലാവരും ചേർന്ന് ഗ്രൂപ്പ് പിക്ചർ എടുക്കുന്നതാണ്. പക്ഷേ ഈ സെലിബ്രേഷൻ ഏറ്റവും ക്ലാസ് ആയി തന്നെ നമുക്ക് എൻഡ് ചെയ്യുന്നതിനായിട്ട് ഒരിക്കൽ കൂടെ നമ്മൾ നേരത്തെ ലോഞ്ച് ചെയ്ത് ആ ഒരു ടൈറ്റിൽ വീണ്ടും നമുക്ക് കാണണ്ടേ? That's the perfect way to draw an official close. So അതുകൊണ്ട് തന്നെ once again we are taking this moment to bring before you the title. So ladies and gentlemen, seeking all your attention on the screen, and can we have a video please? Let's keep our fingers crossed for Podium Bell to hit on the screen. So like I said, നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് പിക്ചറിലേക്കാണ് പോകുന്നത്. പക്ഷേ അതിനു മുന്നേ ഏറ്റവും ലവ്ലി ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ് നമ്മൾ ആദ്യമേ എടുക്കുന്നത്. ബിക്കോസ് ഇഫ് യു ഓൾ ചെക്ക് ദ ഡേറ്റ്, ഇന്ന് ആക്ച്വലി സൺഡേ ഹോളിഡേ സിനിമ റിലീസ് ചെയ്തിട്ട് കൃത്യം 9 വർഷം തികയാണ്. Today is the 9th year since the release of Sunday Holiday. അതിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് സിനിമയിലെ നായകൻ എവിടെയുണ്ട്, നായിക എവിടെയുണ്ട്, തേച്ചിട്ട് പോയ നായിക എവിടെയുണ്ട്, സംവിധായകൻ എവിടെയുണ്ട്, നായകന്റെ അച്ഛനും കൂടെയുണ്ട്. അപ്പൊ ഒരു ഫാമിലി മുഴുവൻ ഇവിടെ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും അവരെ എല്ലാവരും നമുക്ക് ഒരുമിച്ച് ഒരിക്കൽ കൂടി ഫ്രെയിമിലേക്ക് കൊണ്ടുവരണ്ടേ? The entire family is now coming once again together after 9 years since the release of Sunday Holiday. So once again welcoming Dr. Sweta Masubika, Kruti, Alan Stewart, and of course with the presence of our wonderful director Jill Joy. 9 വർഷമല്ലേ? That's a huge milestone. 9 വർഷമായി എന്നുള്ളത് നമുക്ക് തോന്നുന്നില്ല, but still 9 വർഷത്തിന് ശേഷം വീണ്ടും ദാസങ്ങളുടെ താരങ്ങൾ എത്തിയിരിക്കുകയാണ്. ഒരുമിച്ച് ഒരു ഫോട്ടോ, സോഷ്യൽ മീഡിയ എല്ലാവരും ഒന്ന് റിമൈൻഡഡ് ആവട്ടെ. This is the 9th year of Sunday Holiday. Yes. And what a wonderful moment to celebrate on this day. Please smile, smile, smile. Sunday Holiday ഒരു ഫീൽ ഗുഡ് സിനിമ അങ്ങനെ 9 വർഷമായിട്ട് നമ്മൾ എല്ലാവരെയും ഫീൽ ഗുഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. റിപ്പീറ്റഡ്ലി നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. താങ്ക് യു സോ മച്ച്. എക്സൈറ്റഡ്. ഹലോ മോനെ, സ്നേഹം എന്ന് പറയുന്നത് ഒരു തോന്നലാണ്. നമ്മളെ പേജിട്ട് അങ്ങ് പോകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അതാണ് നമ്മുടെ ജീവിതം. അതൊരു തുമ്മാണ്, ചുമ്മാ തിരിച്ചുവിട്ടുക പറഞ്ഞ ഒരു ഡയലോഗാണ് ആ സിനിമയിൽ. ഞാനിപ്പോ പറഞ്ഞ ഭാഷയല്ല എഴുതിയിട്ടത്, ഞാനിന്റെ ഒരു പുതിയ വ്യാഖ്യാനമാണ് പറഞ്ഞത്. അതുതന്നെയാണ് ഇതിലൊരു തുമ്മാണ്. Okay, so photo session-ലേക്കാണ് നമ്മൾ പോകുന്നത്. With your presence here itself, കോട്ടയം ബെൽസിന്റെ കാസ്റ്റ് ഒരുമിച്ചുള്ള ഫോട്ടോ സെഷനിലേക്ക് നമ്മൾ പോകുന്നു. സിനിമയിലെ അഭിനേതാക്കൾ ഏവരെയും സ്റ്റേജിലേക്ക് ഫോട്ടോ സെഷന് ജോയിൻ ചെയ്തതിനായിട്ട് സ്വാഗതം ചെയ്യുന്നു. Welcoming our producers Shamsu sir and Meenu sir as well to join us on the floor for the photo session. And everyone else, എല്ലാ താരങ്ങളെയും സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള താരങ്ങൾ എല്ലാവരെയും സിനിമയുടെ ക്രൂ മെമ്പേഴ്സിനെയും സ്വാഗതം ചെയ്യുകയാണ്. Let's have this wonderful picture. കോട്ടയം ബെൽസ് സിനിമയുടെ ഭാഗമായിട്ടുള്ള എല്ലാവരെയും സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. നമ്മൾ ഒരുമിച്ച് ഒരു ഫോട്ടോ സെഷൻ എടുത്ത്
ഈ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ അവരുടെ വൈൻഡപ്പ് ആക്കുകയാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. The entire cast and crew of Kottayam Belt, please kindly come over the stage to join for the group picture. അതോടൊപ്പം ഇന്ന് മുഖ്യാതിഥിയായി നിങ്ങളോടൊപ്പം എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അഡ്വക്കേറ്റ് OJ ജനീഷ് സാറിനെ വേദിയിലേക്ക് ഫോട്ടോ സെഷനിൽ ജോയിൻ ചെയ്യുന്നതിനായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. Let me also take the valuable presence of Mr. Anup Nair, stage attorney. അദ്ദേഹത്തിന്റെ സാന്നിധ്യം വേദിയിൽ ആഗ്രഹിക്കുകയാണ്. With immense happiness and pleasure welcoming Mr. T.A. Nivas, Director, Administrative Committee, Case Program Trivandrum. സ്നേഹപൂർവ്വം ആദരപൂർവ്വം വേദിയിലേക്ക് ഫോട്ടോ സെഷനിൽ ജോയിൻ ചെയ്യുന്നതിനായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. So I think everyone can smile. എല്ലാവരുടെയും മുഖത്ത് നല്ലൊരു പുഞ്ചിരി വിടട്ടെ. With that smile, let's pose for the picture. കോട്ടയം ബെൽറ്റ് സിനിമയുടെ താരങ്ങൾ, ക്രൂ മെമ്പേഴ്സ്, ടൈറ്റിൽ ലോഞ്ച് സെറിമണി ഭാഗമായിട്ട് അങ്ങനെ നമുക്ക് മുന്നിൽ ഒരുമിച്ച് നിൽക്കുകയാണ്. Let us wait for the film. Let us wait for the release of the film. Let us wait to celebrate the coming together of Asif Ali and Just Joy. Thank you so much. ഒരിക്കൽ കൂടി അഡ്വക്കേറ്റ് OJ ജനീഷ് സർ, മിസ്റ്റർ അനൂപ് നായർ സർ, മിസ്റ്റർ T.A. Nivas സർ നന്ദി അറിയിക്കുന്നു. കോട്ടയം ബെൽറ്റ് സിനിമയുടെ കാസ്റ്റ് ഏവരോടും ദയവായി സ്റ്റേജിൽ തുടരുവാനായി അഭ്യർത്ഥിക്കുന്നു. കാസ്റ്റ് മെമ്പേഴ്സ് ഒരുമിച്ച് ഒരു ഫോട്ടോ കൂടെ നമ്മൾ എടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ബിക്കോസ് വി ഹാവ് ടു സീസ് ദിസ് മൊമെന്റ്. ലൈഫ് ലോങ് നമ്മുടെ ചെറിയ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മൊമെന്റ് തന്നെയാണ്. അതുകൊണ്ട് കോട്ടയം ബെൽറ്റ് സിനിമയുടെ താരങ്ങൾ, അഭിനേതാക്കൾ ഏവരെയും കാസ്റ്റ് മെമ്പേഴ്സ് ഏവരെയും ഒരിക്കൽ കൂടി സ്റ്റേജിലേക്ക് പിക്ചർ എടുക്കുന്നതിനായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. ഈ സമയക്കുറവുകൊണ്ടാണ് പരിചയപ്പെടുത്താൻ പറ്റാതെ. രഞ്ജിത് ശേഖരനെ കുറിച്ച് പ്രത്യേകിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. രഞ്ജിത്ത് ഒരു മേജർ നല്ല വേഷമാണ് ചെയ്യുന്നത്, വളരെ നല്ല വേഷമാണ് ചെയ്യുന്നത്. അതുപോലെ വിജ്ഞാൻ ലക്ഷ്മി നല്ല വേഷമാണ്. ഏകാദേവ് ഒരു സമയക്കുറവുകൊണ്ടാണ് ആശംസ പറയുന്നത്. പോലെ ഒരു കാസ്റ്റ് മാത്രം ക്ഷണിക്കും. ശ്രീകാന്തിന്റെ പോയോ? ശ്രീകാന്ത് മുരളി രഞ്ജിത്ത് സിനിമയിൽ അഭിനയിക്കുന്നില്ലേ? ല്ലോ പെട്ടെന്ന് വിഷയം just So as we can see here on stage, wonderful lineup of actors are there. അത്രത്തോളം ഗംഭീരമായി പെർഫോം ചെയ്ത ആക്ടേഴ്സ് ആണ് കോട്ടയം ബെൽറ്റിലൂടെ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. Every one of them, all of them are giving us a promise. So അതുകൊണ്ട് തന്നെ let us very eagerly wait for the release of the film. സിനിമയുടെ റിലീസിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. That's the wonderful cast of Kottayam Belt, everybody. Once again, all the very best. Congratulations.